കർത്താവിൻ്റെ തന്നെ തിരുനാമം ഈ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന ബഹുമാന്യ ദേവദാസി, ശബ്ദപരിധിയിൽ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ സോഷ്യൽ മീഡിയയിലൂടെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്ന് എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ കർത്താവ് നമുക്ക് ആയുസ്സും ആരോഗ്യവും തന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തോടും ദൈവസന്നിധിയോടും ദേവാലയത്തോടും ഒക്കെ ബന്ധപ്പെട്ട് ജീവിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. കാരണം ഇത് അന്ത്യകാലമാണ്. ലോക സംഭവങ്ങൾ വിളിച്ചു പറയുന്ന കാര്യം ലോകം അതിൻ്റെ അന്ത്യത്തോടടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവമക്കൾ മറ്റു വിഷയങ്ങളിലേക്ക് പോകാതെ ദൈവസന്നിധിയോടും ദൈവസാന്നിധ്യത്തോടും ദൈവശബ്ദത്തോടും ദൈവാലയത്തോടും ഒക്കെ ചേർന്നിരിക്കേണ്ട കാലഘട്ടമാണ് എന്ന് ലോക സംഭവങ്ങൾ വിളിച്ചു പറയുന്നു. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ഇന്ന് ഈ സമയത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുവാൻ കർത്താവ് നമുക്ക് ഒരു ദിവസം കൂടെ തന്നല്ലോ, അതിന് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാം. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണം. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തും. ദൈവസന്നിധി നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തും. ആരാധന ജീവിതത്തിൻ്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തും. ദൈവത്തിൻ്റെ പ്രവാചകനായ ഏലീശ പ്രവാചകൻ ഒരിക്കൽ ഒരു മരിച്ച കുഞ്ഞിനെയും കൊണ്ട് അവൻ്റെ പ്രാർത്ഥനാ മുറിയിലേക്ക് കയറിപ്പോയി. പിന്നീട് നാം കാണുന്നത് അവൻ ഇറങ്ങി വന്നത് ജീവനില്ലാത്ത ഒരു കുഞ്ഞുമായിട്ടാണ്. അവൻ പ്രാർത്ഥനാ മുറിയിലേക്ക് കയറിപ്പോയതെങ്കിൽ ഇറങ്ങി വന്നത് ജീവനുള്ള കുഞ്ഞുമായിട്ടാണ്. കാരണം പ്രാർത്ഥനാ മുറിക്ക് അത്ര പവറുണ്ട്, അത്ര ശക്തിയുണ്ട്. നിരാശയോടെ തൻ്റെ മകനെയും കൊണ്ട് ദൈവത്തിന് യാഗമർപ്പിക്കാൻ, ആരാധന അർപ്പിക്കാൻ വേണ്ടി കടന്നു പോകുന്ന ഒരു അബ്രഹാമിനെ നമുക്കറിയാം. നിരാശയോടുകൂടെ ആയിരിക്കാൻ പോകുന്നത്, വേദനയോടുകൂടെ ആയിരിക്കാൻ പോകുന്നത്. എന്തു സംഭവിക്കും, എങ്ങനെ മടങ്ങി വീട്ടിലേക്ക് ചെല്ലുമെന്നൊക്കെയുള്ള അനവധി ചോദ്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ അടിക്കടി ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നുകൊണ്ട് ആയിരിക്കാം അവന് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അവിടെ ചെന്ന് ആരാധനയ്ക്ക് ശേഷം അവൻ മടങ്ങി വന്നത് നിരാശപ്പെട്ടുകൊണ്ടല്ല, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം വെളിപ്പെടുത്തുന്ന ഒരുവനായിട്ടാണ് അവൻ മടങ്ങി വരുന്നത്. കാര്യമെന്താ? ദൈവത്തിൻ്റെ ശബ്ദം അവൻ അവിടെ കേട്ടു. ദൈവസന്നിധിയിലേക്ക് അവൻ ചെന്നപ്പോൾ, ആരാധനയ്ക്ക് വേണ്ടി ചെന്നപ്പോൾ ദൈവ ശബ്ദം അവൻ കേട്ടു. അവൻ ദൈവത്തിന്റെ കരുതൽ അവൻ അവിടെ കണ്ടു. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഇന്ന് ഈ സമയത്ത് പ്രാരംഭമായി ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് പറയട്ടെ, ദൈവസന്നിധിയിലേക്ക് നിങ്ങൾ ആ ആഗ്രഹത്തോടെ കടന്നു വരുന്നെങ്കിൽ, ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു പരിശുദ്ധാത്മാവ് ആ സാന്നിധ്യത്തിൽ ഉണ്ട്. അത് വിശ്വസിക്കണം ദൈവമക്കൾ. നീ പ്രാർത്ഥിക്കാൻ കടന്നു വന്നതുപോലെ ആയിരിക്കത്തില്ല തിരിച്ചു പോകുന്നത്. ആരാധനയ്ക്ക് കടന്നു വന്നതുപോലെ ആയിരിക്കത്തില്ല മടങ്ങിപ്പോകുന്നത്. ദൈവപ്രവർത്തികൾ, ദൈവശബ്ദം അത് നിന്നെ ശക്തീകരിക്കും, നിന്റെ നിരാശകളെ മാറ്റും, അതിൻ്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തും. നമുക്കറിയാം, കാലങ്ങളായി വേദനയോടുകൂടെ ഭവനത്തിനകത്തും സ്വസ്ഥതയില്ലാതെ, ദേശത്തിലും സമാധാനമില്ലാതെ ഒരു സഹോദരി, പ്രായമുള്ള ഒരു അമ്മച്ചി ആലയത്തിലേക്ക് വന്ന് എല്ലാവരും ഇരിക്കുന്നത് പോലെ, എല്ലാവരും ആഘോഷിക്കുന്നത് പോലെ ആഘോഷിക്കാൻ പോലും ആ സാധ്യതകളില്ലാതെ ഒരു മൂലയ്ക്ക് മാറിയിരുന്ന് പുറത്തറിയിക്കാതെ ഹൃദയത്തിന്റെ നൊമ്പരം അത് വെളിപ്പെടുത്തുവാൻ കഴിയാതെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ അടുക്കിലേക്ക് ദൈവശബ്ദം ഇറങ്ങി വന്ന് അവളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുത്തു. അന്നേ എന്ന് പറയുന്ന ഒരു അമ്മച്ചി തിരിച്ചവൾ പോകുമ്പോൾ പുസ്തകം പറഞ്ഞത്, പിന്നെ അവളുടെ മുഖം വാടിയില്ല എന്ന് പറഞ്ഞാൽ ദൈവസന്നിധി നിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തും, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തും, നിന്റെ വേദനകളെ മാറ്റുന്ന ഇടമാണ്, നിന്നെ സൗഖ്യമാക്കുന്ന ഇടമാണ്, നിന്നെ ശക്തീകരിക്കുന്ന ഇടമാണ്, നിന്നെ സഹായിക്കുന്ന ഇടമാണ്. അതുകൊണ്ട് അത് പ്രെയർ ലൈൻ ആകട്ടെ, നമ്മുടെ മീറ്റിങ്ങുകളാകട്ടെ, ദൈവസന്നിധി കൂട്ടായ്മകൾ ഏതാകട്ടെ, ദൈവത്തോടുള്ള കൂട്ടായ്മകൾ ഏതാകട്ടെ, അതെല്ലാം നിന്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ വിടുതലിന് കാരണമായി തീരുമെന്ന് ദൈവാത്മാവിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ഇന്ന് ഈ സമയത്തും ഈ വചനം കേൾക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കുമെന്നുള്ള പരിപൂർണമായ വിശ്വാസത്തോടെ, അത് രോഗസൗഖ്യമാണ് നീ ആഗ്രഹിക്കുന്നെങ്കിൽ ആ രോഗസൗഖ്യം വെളിപ്പെടുമെന്നുള്ള വചനം അയച്ചവൻ സൗഖ്യമാക്കുമെന്നുള്ള ആ പരിപൂർണ വിശ്വാസത്തോടെ, അതല്ല വേദനയോടുകൂടെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെയാണ് ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നെങ്കിൽ ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായിട്ട് അല്ലെ മുഖം വാടാതെ മടങ്ങിപ്പോകുവാൻ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസത്തോടെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിലേക്ക് കടക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പ്രാർത്ഥനയോടെ അത് സ്വീകരിക്കുവാൻ ദൈവമക്കൾ തയ്യാറാകട്ടെ. ഇന്ന് ഈ സമയത്ത് നിങ്ങളോട് പറയുവാൻ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വചനം പത്രോസ് എഴുതിയ 1-ാം ലേഖനം അതിന്റെ
എഴുതിയ 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യമാണ്. വളരെ സുപരിചിതമായ വേദഭാഗത്തിൽ നിന്നുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. വചനം ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്, ഇരുവായ്ത്തലുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. അത് അകത്തേക്ക് സന്ധിമജ്ജകളെ തുളച്ചു കയറത്തക്കവണ്ണം കടന്നു ചെല്ലുന്ന വചനമാണ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. 1 Peter chapter 5:6, പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം ഞാൻ വായിക്കുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുവിൻ. അതിന്റെ 1-ാം ഭാഗം മാത്രമാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുവിൻ. വളരെ സുപരിചിതമായ വേദഭാഗമാണ്. ഞാൻ തന്നെ പല പ്രാവശ്യം നിങ്ങളുടെ അടുക്കൽ ഈ വചനത്തിൽ നിന്ന് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് തരുന്നത് അതിനകത്തുനിന്ന് വേറിട്ട ഒരു ചിന്തയായി, കേട്ടതായിരിക്കത്തില്ല, നിങ്ങളെ പുതുതായി കേൾപ്പിക്കത്തക്കവണ്ണം ഒരു ചിന്ത ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നിട്ടുണ്ട്. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, വളരെ അനുഭവത്തിൽ നിന്നുകൊണ്ട് തന്റെ അന്ത്യകാലത്ത് തന്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു എന്നുള്ള ബോധ്യം വന്ന ശേഷം, കൂടാരവാസം അവസാനിക്കാൻ പോകുന്നു എന്നുള്ള ബോധ്യം വന്ന ശേഷം പത്രോസ് റോമൻ പ്രവിശ്യയിലുള്ള സഭകൾക്ക് എഴുതുന്ന എഴുത്താണ്. ആ എഴുത്തിൽ നിന്നുള്ള ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ച് കേട്ടത്. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണമേ ദൈവമക്കളെ. കീഴടങ്ങേണ്ടവർക്കെല്ലാം കീഴടങ്ങി ഇരുന്നു കൊണ്ട്, സ്നേഹത്തിൽ വേരൂന്നിക്കൊണ്ട്, ആ കൈപ്പുള്ള വേരുകൾ ആഴത്തിൽ അത് മാന്തി അത് എടുത്തു കളഞ്ഞുകൊണ്ട്, ദൈവത്തിന്റെ സന്നിധിയിൽ വേണ്ടതുപോലെ ആയിക്കൊണ്ട് കടന്നു വരണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് അദ്ദേഹം എഴുതുകയാണ്. അദ്ദേഹം ഈ ലേഖനം എഴുതാനുള്ള കാരണം, നിങ്ങൾ ക്രിസ്തുവിന്റെ കാലടികളെ പിന്തുടരണം. കാരണം ഇത് അന്ത്യകാലമാണ്. വേറെ ഒരു പരിപാടിക്ക് പോകാൻ പറ്റുകയില്ല. 4-ാം അധ്യായത്തിനകത്ത് അദ്ദേഹം പറയുന്നു, കാമാർത്ഥികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറുക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. കാരണം ഇത് അന്ത്യകാലമാണ്. ശ്രദ്ധിക്കണമേ, സഭകളോട് പറയുന്ന ദൂതാണ് കേട്ടോ. സഭകൾക്ക് എഴുത്തെഴുതുമ്പോൾ പറയാണ്, ഈ ജാതികളെ പോലെ ജാതികളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആ കാലമൊക്കെ അവസാനിപ്പിക്ക്. ലോക സ്വഭാവത്തിലേക്ക് പോകുന്ന അവസാനിപ്പിക്ക്. ദൈവസന്നിധിയോടെ ചേർന്നു പോവാ. ദൈവത്തിന്റെ കാലടികളെ പിന്തുടര്, അനുഗമിക്കുന്നവരാകുക എന്ന് അദ്ദേഹം തന്റെ ജനത്തോട് പ്രബോധിപ്പിക്കുകയാണ്. ഒന്നാമത് ഇത് എഴുതാനുള്ള കാരണം, ക്രിസ്തുവിന്റെ കാലടികളെ നിങ്ങൾ പിന്തുടരണം. യേശുവിനെ നിങ്ങൾ അനുഗമിക്കണം. യേശുവിന്റെ സ്വഭാവത്തോടെ നിങ്ങൾ അനുരൂപരാകണം. അത് മാതൃകയാക്കി എടുത്ത് അത് പിൻപറ്റുവാനുള്ള അവസരങ്ങളാക്കി നിങ്ങളുടെ മീറ്റിങ്ങുകളെ, കൂട്ടായ്മകളെ നിങ്ങൾ മാറ്റണം എന്ന് അദ്ദേഹം പറയുകയാണ്. 2, പരീക്ഷകളിൽ ഉറച്ചു നിൽക്കേണ്ടതിന്റെ ആവശ്യതയെക്കുറിച്ച് അദ്ദേഹം ഈ ലേഖനത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ഈ ലേഖനം എഴുതുന്നത്. 1, ക്രിസ്തുവിന്റെ കാലടികളെ ദൈവമക്കൾ പിന്തുടരണം. ലോക സ്വഭാവത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരണം എന്ന് പറയുവാൻ. 2, പരീക്ഷകളിൽ ഉറച്ചു നിൽക്കേണ്ടതിന്റെ ആവശ്യതയെക്കുറിച്ചും അദ്ദേഹം ഇതിൽ രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ കീഴടങ്ങേണ്ടവർക്കെല്ലാം കീഴടങ്ങിയിരിക്കണം. ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കണം. മാതൃകയുള്ളവരായിരിക്കണം ദൈവമക്കൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കണം. കുഞ്ഞുങ്ങൾ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യണം. അതേപോലെ തന്നെ ദാസന്മാർ യജമാനന്മാർക്ക് കീഴടങ്ങിയിരിക്കണം. എന്നെ കേൾക്കുന്ന ദൈവമക്കളിൽ നമുക്ക് ആരാധനയൊക്കെ മതിയെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാതെ, ആരാധനയും ദൈവസന്നിധിയും പ്രാർത്ഥനയും മാത്രമല്ല, നമ്മുടെ ജീവിതവും ഒരു മാതൃകയായിരിക്കണം. പ്രാർത്ഥനക്കാരെന്നുള്ള പേര് മാത്രം കൊണ്ട് കാര്യമില്ല, ആരാധനക്കാരെന്നുള്ള പേര് മാത്രം കൊണ്ട് കാര്യമില്ല. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണം. നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മുൻപിൽ കാണത്തക്കവണ്ണം പ്രദർശിപ്പിക്കുന്ന ഒരു അനുഭവമായിരിക്കണം, മാതൃകയായിരിക്കണമെന്ന് ഈ അപ്പോസ്തലനായ പത്രോസ് രേഖപ്പെടുത്തിയ ശേഷം, അത് പൗലോസും പറഞ്ഞിട്ടുണ്ട്, രേഖപ്പെടുത്തിയ ശേഷം പറയുകയാണ്, അതുകൊണ്ട് കീഴടങ്ങണം, താഴ്മ ധരിക്കണം, നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു എന്നിട്ട് പറഞ്ഞിട്ട് പറയുകയാണ്, അതുകൊണ്ട് നിങ്ങൾ തക്ക സമയത്ത് ദൈവം നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴിൽ നിങ്ങൾ താണിരിക്കണം. അതിനകത്ത് 4 കൂട്ടം കാര്യങ്ങളാണ് ഇന്ന് ഈ രാത്രി ചിന്തിക്കാൻ പോകുന്നത്. തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കണം. 1, ഉയർത്തുന്ന ദൈവത്തെക്കുറിച്ച് പത്രോസ് പറയുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന് വലിയ അനുഭവത്തിലൂടെ പത്രോസിനത് പറയുകയാണ്. പത്രോസ് പറയുക, നിങ്ങൾ യേശുവിനെ അനുഗമിക്ക്, അവൻ നിങ്ങളെ ഉയർത്തുന്ന ദൈവമാണ്.
അവന്റെ ജീവിതം അങ്ങനെയാണ്. ലൂക്കോസ് 5-ൽ അവനൊരു മീൻപിടുത്തക്കാരനായിട്ടാണ് നമ്മൾ അവനെ കാണുന്നത്, ഒരു മുക്കുവനായിട്ടാണ് അവനെ നമ്മൾ കാണുന്നത്. പടകിനകത്ത് ശൂന്യമായ അനുഭവങ്ങളിൽ നിരാശപ്പെട്ട് എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് നമുക്ക് പത്രോസിനെ കാണുവാൻ കഴിയുന്നത്. എന്നാൽ യേശു അവന്റെ പടകിൽ കയറി പിന്നീട് യേശുവിനെ അവൻ അനുഗമിച്ച ശേഷം അവന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരികയാ. അവൻ മനുഷ്യരെ പിടിക്കുന്നവനായി മാറുകയാ, അപ്പോസ്തലനായി മാറുകയാ, ഉയർത്തപ്പെടുകയാ. ആ അനുഭവത്തിൽ നിന്നുകൊണ്ട് അവൻ പറയുകയാണ്, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഈ ലേഖനം വായിക്കുന്ന ദൈവമക്കളെ, എന്റെ ദൈവം, നിങ്ങൾ പിൻപറ്റുന്ന നിങ്ങളുടെ ദൈവം, അവൻ ഉയർത്തുന്ന ദൈവമാണ്. ഇന്ന് ഈ സമയത്തും എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ അനുഗമിക്കുന്ന ദൈവം ഉയർത്തുന്ന ദൈവമാണ്. ഒന്ന്, ഉയർത്തുന്ന ദൈവത്തെ പരിചയപ്പെടുത്തുന്നു. രണ്ടാമത്, ദൈവത്തിന്റെ കൈ, ആ ഉയർത്തുന്ന ദൈവത്തിന്റെ കൈ ബലമുള്ള കൈയാണ്. ദൈവത്തിന്റെ കൈ ബലമുള്ള കൈയാണ്. അതുകൊണ്ടാണ് യെശയ്യാവിൽ പറയുന്നത്, അവൻ കൈ നീട്ടും, ആർ തടുക്കും. ഒരു ശക്തിക്ക് അവന്റെ കൈയെ മടക്കാൻ കഴിയത്തില്ല, അവന്റെ പ്രവർത്തികളെ തടയാൻ കഴിയത്തില്ല. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? നിനക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറന്നാൽ അതിനെ അടയ്ക്കാൻ ഉലകത്തിൽ ഒരു ശക്തിക്ക് കഴിയത്തില്ല. ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായാൽ പ്രതികൂലം ആരെന്നാണ് ചോദ്യം. ദൈവത്തിന്റെ കൈ ബലമുള്ള കൈയാണ്. എന്നെയും നിങ്ങളെയും ഉയർത്തുന്ന ആ ദൈവം, അവന്റെ കൈ ബലമുള്ള കൈയാണെന്ന് പറയുന്നു. രണ്ടാമത് പറഞ്ഞു, അവന്റെ കൈ ബലമുള്ള കൈയാണ്. അതുകൊണ്ട് മൂന്നാമത്, ആ ഉയർത്തപ്പെടുന്ന എപ്പോഴാണെന്നറിയാമോ? ഉയർത്തപ്പെടുവാൻ ദൈവത്തിൻ്റെതായ ഒരു സമയമുണ്ട്. എന്നെയും നിങ്ങളെയും ഉയർത്തുവാൻ ദൈവത്തിൻ്റെതായ ഒരു സമയമുണ്ട്. ഒന്ന്, ആ ദൈവം ഉയർത്തുന്ന ദൈവമാണ്. രണ്ട്, ആ ദൈവത്തിന്റെ കൈ ബലമുള്ള കൈയാണ്. നിന്നെ വിടുവിക്കുവാൻ, നിന്നെ സഹായിക്കുവാൻ, നിന്നെ സംരക്ഷിക്കുവാൻ, നിനക്ക് വേണ്ടി കരുതുവാൻ, നിന്നെ കരം പിടിച്ച് നടത്തുവാൻ, ശത്രുക്കളുടെ മുൻപിൽ നിന്നെ ഉയർത്തുവാനൊക്കെ ബലമുള്ള ഒരു കൈയാണ് എൻ്റെ ദൈവത്തിന്റെ കൈ. അവൻ തൊട്ടാലും അവനെ തൊട്ടാലും ഒക്കെ സൗഖ്യമാണ്, വിടുതലാണ്, അനുഗ്രഹമാണ്. മൂന്നാമത്, ദൈവത്തിന് നിന്നെ ഉയർത്തുവാൻ ദൈവം വെച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. അതിന് പറയുന്ന പേരാണ് തക്ക സമയം. നാലാമത് പറയേണ്ട വിഷയം, അവിടെ പറഞ്ഞിരിക്കുന്ന വിഷയം, അതുകൊണ്ട് ആ ബലമുള്ള കൈക്കീഴിൽ നീ താണിരിക്കണം. ദൈവമക്കൾ അവന്റെ ബലമുള്ള കൈക്കീഴിൽ എന്താ എന്റെ പ്രാർത്ഥന കേൾക്കാത്തത്, എന്തുകൊണ്ടാണ് എന്റെ കാര്യങ്ങളൊന്നും നടക്കാത്തത് എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കാനല്ല. ദൈവത്തിന്റെ കൈ ബലമുള്ള കൈയാണെന്നും അവൻ ഉയർത്തുന്ന ദൈവമാണെന്നും അവൻ ഉയർത്തുവാൻ ഒരു സമയമുണ്ടെന്നും, അതുവരെ ഞാൻ അവന്റെ കൈക്കീഴിലാണ്, ഞാൻ തകരപ്പെടത്തില്ല, ഞാൻ ഇല്ലാതായി പോകത്തില്ല, ഞാൻ ശൂന്യമാകത്തില്ല എന്നുള്ള ബോധ്യത്തോടെ, ആ ബലമുള്ള കൈയുടെ കീഴിലാണ് ഞാൻ ഇരിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടുകൂടി ഇരിക്കുവാനാണ് ദൈവദാസൻ പത്രോസ് ദൈവമക്കളെ പ്രബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത് കാര്യം, ഞാനിത് ആവർത്തിച്ച് ഏത് പ്രസംഗത്തിലും ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ ആവർത്തനമായിട്ട് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ ഇത് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കയറണമെന്ന് ഒരു എളിയ ദൈവദാസൻ എന്നുള്ള നിലയിൽ എൻ്റെ ആഗ്രഹം അതായതുകൊണ്ടാണ് നല്ലതുപോലെ പഠിക്കത്തക്കവണ്ണം ഞാൻ ആവർത്തിച്ച് പറയുന്നത്. ഉയർത്തുന്ന ഒരു ദൈവം, അവന്റെ കൈ ബലമുള്ള കൈയാണ്, അവനൊരു സമയമുണ്ട്, അത് തക്ക സമയമാണ്. അതുവരെ നിന്നെ തൊടാൻ ഒരു ശത്രുവിനെയും ദൈവം അനുവദിക്കത്തില്ല. അവൻ എന്തെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ തന്നെ അത് നിവർത്തിക്കും. എത്ര പേർക്ക് ഇന്ന് ഈ വചനപ്രകാരം, ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എവിടെയായിരുന്നാലും, എവിടെ ഇരുന്ന് കേട്ടാലും നിങ്ങൾക്ക് പറയാൻ കഴിയുമോ, എൻ്റെ ദൈവം എന്നോട് അരുളി ചെയ്തത് അവൻ തന്നെ നിവർത്തിക്കും, അതുവരെ ഞാൻ അവന്റെ ബലമുള്ള കൈയുടെ കീഴിലാണെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ഒരു ശക്തിക്കും എന്നെ തകർക്കാൻ കഴിയത്തില്ല. ദൈവം എന്നോട് പറഞ്ഞത് നിവർത്തിയാകുന്നിടം വരെ ഞാൻ ബലമുള്ള കൈയുടെ കീഴിലാണ്. ദൈവം പറഞ്ഞതുപോലെ അവൻ ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ വാ കൊണ്ട് പറയണം. നിങ്ങൾ വാ കൊണ്ട് പറയുമ്പോഴാണ് ദൈവത്തിന് അത് ഭയങ്കര സന്തോഷമായി മാറുന്നത്. അവിടെയാണ് വിശ്വാസത്തിന്റെ ശബ്ദം വെളിപ്പെടുന്നത്. അവിടെയാണ് പരിശുദ്ധാത്മാവ് ആ ശബ്ദത്തിനകത്തേക്ക് വ്യാപരിക്കുന്നത്, അതിന്റെ പ്രവൃത്തിയിലേക്ക് അത് കൊണ്ടുവരുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ വാ കൊണ്ട്, അധരം കൊണ്ട് പറയുമ്പോഴാണ്. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഈ പ്രസംഗം ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ തന്നെ ഞാൻ പറയുന്നു, എന്നോട് ദൈവം അരുളി ചെയ്തത്, എൻ്റെ കുടുംബത്തോടെ ദൈവം അരുളി ചെയ്തത്, അത് നിവർത്തിക്കുവാൻ അവൻ ശക്തിയുള്ള ദൈവമാണ്. അല്ലെങ്കിൽ അവന്റെ കരം ബലമുള്ള കൈയാണ്. അവൻ നിവർത്തിക്കുന്നിടം വരെ ഞാൻ ഇരിക്കുന്നത്, എൻ്റെ കുടുംബം ഇരിക്കുന്നത് അവന്റെ ബലമുള്ള കൈയുടെ കീഴിലാണ്.
എത്ര പേർക്ക് ഈ സാക്ഷ്യം പറയാൻ കഴിയും? കരഞ്ഞുകൊണ്ട് നിരാശപ്പെട്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, എത്രയോ കാലമായി ഞാൻ ദൈവത്തെ പിൻപറ്റാൻ ഇറങ്ങിയിട്ട് എന്നൊക്കെ പറഞ്ഞ് നിരാശയുടെ സാക്ഷ്യങ്ങൾ ദൈവത്തെ ദുഃഖിപ്പിക്കുകയാണ്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ്. അതെല്ലാം അങ്ങ് മാറ്റിക്കളഞ്ഞുകൊണ്ട് പറ, എൻ്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവൻ പറഞ്ഞത് നിവർത്തിയാകുന്നിടം വരെ ഹല്ലേലൂയ എനിക്കൊരു കുഴപ്പവും ഉണ്ടാകാതെ സൂക്ഷിക്കുവാൻ അവൻ്റെ ബലമുള്ള കൈയുടെ കീഴിലാണ് ഞാൻ ഇരിക്കുന്നത്. അതാണ് ശിമ്യോൻ എന്ന് പറയുന്ന ഒരു പ്രായമുള്ള അപ്പച്ചൻ. അല്ലെങ്കിൽ ആത്മാവ് അവനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവനെ കുറിച്ച് പറയുന്ന ഒരു ദൂതുണ്ട്, നീ ദൈവത്തിന്റെ പ്രവർത്തികളെ കാണുന്നത് വരെ നീ ജീവിച്ചിരിക്കും, നീ മരിക്കുകയില്ല. അല്ലെങ്കിൽ എന്ത് വിഷയം വന്നാലും എന്ത് രോഗം വന്നാലും അവൻ പറഞ്ഞു, അതാണ് ആത്മനിയോഗത്താൽ അവൻ പറഞ്ഞുകൊണ്ട് നടന്ന പുസ്തകം പറയുന്നത്. അവൻ പറഞ്ഞുകൊണ്ട് നടന്നു, ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ക്രിസ്തുവിനെ കാണാതെ ഞാൻ മരിക്കുകയില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു രോഗത്തിനും എന്നെ തകർക്കുവാൻ കഴിയത്തില്ല, ഒരു പ്രശ്നത്തിനും എന്നെ തകർക്കാൻ കഴിയത്തില്ല. ദൈവം എന്ത് പറഞ്ഞോ അത് നിവർത്തിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് അത് പറഞ്ഞുകൊണ്ട് നടക്കണം. അങ്ങനെ പറഞ്ഞ ഒരു മനുഷ്യനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുകയാണ്. അദ്ദേഹത്തിന്റെ പേര് ശലോമോൻ എന്നാണ്. ശലോമോൻ പറയുന്ന ഒരു സാക്ഷ്യമുണ്ട് കേട്ടോ. ഒരു പ്രാർത്ഥനയ്ക്കകത്ത് പറയുന്ന ദൈവത്തെക്കുറിച്ച് പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. പ്രാർത്ഥനയിൽ ദൈവത്തെക്കുറിച്ച് പറയണം, നമ്മുടെ വിഷയങ്ങൾ മാത്രം പറയാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തിന് സന്തോഷമുള്ള കാര്യങ്ങളൂടെ നമ്മൾ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവത്തോട്, പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുന്ന വിഷയമാണ് പ്രാർത്ഥന. ദൈവത്തോട് സംസാരിക്കുന്നതാണ് പ്രാർത്ഥന. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ഭാരങ്ങൾ അങ്ങോട്ട് ഇറക്കി വെക്കുക, നല്ല കാര്യമാണ്, ചെയ്തോ. പക്ഷേ അതിനേക്കാൾ ദൈവത്തിന് ഇഷ്ടം നമ്മുടെ കാര്യങ്ങളൊക്കെ അവൻ അറിയാം. എന്നാൽ ദൈവത്തിന് ഇഷ്ടം അവനെക്കുറിച്ച് വർണ്ണിക്കുന്നതാണ്, അവനെ മഹത്വപ്പെടുത്തുന്നതാണ്, അവനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുന്നതാണ്. അതാണ് ഈ ശലോമോൻ പ്രാർത്ഥനയ്ക്കകത്തൊരു പ്രത്യേകത. അതാണ് ശലോമോന്റെ പ്രാർത്ഥന. നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 23-ാം വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 23-ാം വാക്യവും 24-ാം വാക്യവും വായിക്കുമ്പോൾ ആ ഭാഗം നമുക്ക് കാണുവാൻ കഴിയും. അനന്തരം ശലോമോൻ യഹോവയുടെ യാഗപീഠത്തിന് മുൻപിൽ ഇസ്രായേലിന്റെ സർവ്വസഭയുടെയും സമക്ഷത്ത് നിന്നുകൊണ്ട് ആകാശത്തേക്ക് കൈമലർത്തി പറഞ്ഞതെന്തെന്നാൽ, കണ്ടോ, അവൻ പ്രാർത്ഥിക്കുകയാ. ആകാശത്തേക്ക് കൈമലർത്തിയിട്ട് അവൻ പ്രാർത്ഥിക്കുകയാ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ അവൻ വിളിക്കുകയാ, പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ മുമ്പാകെ നടക്കുന്ന നിന്റെ ദാസന്മാർക്കായി നിയമവും ദയവും പാലിക്കുന്ന നിന്നെ പോലെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും യാതൊരു ദൈവവുമില്ല. ദൈവത്തെ ഉയർത്തുകയാ. എത്ര സന്തോഷമാണ് അപ്പന്, പിതാവിന് എത്ര സന്തോഷമാണ്, ദൈവത്തിന് എത്ര സന്തോഷമാണ്. ദൈവത്തെക്കുറിച്ച് വർണ്ണിക്കുക, നിന്നെ പോലൊരു ദൈവം വേറെയില്ല. പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ സേവിക്കുന്ന, നിന്നെ പിൻപറ്റുന്നവർക്ക് ദയയും വിശ്വസ്തതയും കാണിക്കുന്ന നിന്നെ പോലെ ഒരുവനെ ഞങ്ങൾ കണ്ടിട്ടില്ല. എത്ര സന്തോഷമുള്ള കാര്യമാ ദൈവമക്കളെ. ദൈവത്തെ വർണ്ണിക്ക്, അതിനാൽ പാട്ടുകൾ പാടുന്നത്, ദൈവത്തെ വർണ്ണിക്കുന്ന പാട്ടുകൾ, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന പാട്ടുകൾ ഒക്കെ അതാണ് പഴയ തലമുറയുടെ പാട്ടുകൾ. ഈ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ ഭാരങ്ങളെ ഇറക്കി വെക്കുന്ന പാട്ടുകളാണ്. എന്നാൽ അതിനേക്കാൾ സന്തോഷം എന്ന് പറയുന്നത് പഴയ പാട്ടുകൾ പാടുമ്പോൾ പഴയ ഭക്തന്മാർ അനുഭവത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ആ പാട്ടുകളൊക്കെ പാടുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കുക. പ്രാർത്ഥിക്കുമ്പോഴും ദൈവമക്കളെ ഒന്നാമത്തെ കാര്യം ദൈവത്തിന് മഹത്വം കൊടുക്കണം. ആരാധനയിൽ ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഏത് വിഷയത്തിലും ജീവിതം കൊണ്ട് ദൈവത്തിന് മഹത്വം ഉണ്ടാകണം, ദൈവത്തെ സന്തോഷിപ്പിക്കണം, ദൈവത്തെ പ്രസാദിപ്പിക്കണം. ഇവിടെ ശലോമോന്റെ ആ പ്രാർത്ഥനയുടെ ആദ്യ ശകലങ്ങൾ നിങ്ങൾ കേട്ടോ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ മുമ്പാകെ നടക്കുന്ന നിന്റെ ദാസന്മാർക്കായി നിയമവും ദയയും പാലിക്കുന്ന നിന്നെ പോലെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും യാതൊരു ദൈവവുമില്ല. ദൈവത്തിന് മഹത്വം കൊടുത്തു. എന്നിട്ട് അടുത്ത പറയുകയാണ്, നീ എൻ്റെ അപ്പൻ, അതാ സാക്ഷ്യം, നീ എൻ്റെ ദൈവം ചെയ്ത കാര്യങ്ങളെ കുറിച്ച് പറയാം. നീ എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസന് ചെയ്ത വാഗ്ദാനം പാലിച്ചിരിക്കുന്നു. നീ എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസന് നീ ദാസനോട് പറഞ്ഞ വാഗ്ദത്തം നീ പാലിച്ചിരിക്കുന്നു. അടുത്ത വാക്ക്, തിരുവായി കൊണ്ട് അരുളി ചെയ്തത് ഇന്ന് കാണും പോലെ തൃക്കൈ കൊണ്ട് നിവർത്തിച്ചിരിക്കുന്നു. കുറിവാക്യം അതാ കേട്ടോ ദൈവമക്കളെ. തിരുവായി മൊഴി കൊണ്ട് അരുളി ചെയ്തത് തൃക്കൈ കൊണ്ട് നിവർത്തിക്കുന്ന ഒരു ദൈവം. എന്റെ ദൈവത്തിന്റെ പ്രത്യേകത അതാ. അവൻ വാഗുകൊണ്ട് എന്തെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ കൈ അതിനു വേണ്ടി പ്രവർത്തിക്കും. നീ കാണത്തക്കവണ്ണം, മറ്റുള്ളവർ കാണത്തക്കവണ്ണം,
നിന്നോട് ദൈവം പറഞ്ഞ കാര്യങ്ങൾ അവൻ നിനക്ക് വേണ്ടി, അവന്റെ കരം തന്നെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. അത് മറ്റുള്ളവർ കാണും. കാണത്തക്കവണ്ണം പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് ഈ ദിവസം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത്. എന്നെ കേൾക്കുന്ന ദൈവം ഇതിലെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി നീതിയും ന്യായവും ദയയും പരിപാലനവും ഒക്കെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം. ആ ദൈവത്തിന്റെ പ്രത്യേകതയാണ് അവൻ തിരുവായി കൊണ്ട് അരുളി ചെയ്തത്. അവൻ നിന്നോട് സംസാരിച്ചത്, നിന്റെ തലമുറയെക്കുറിച്ച് സംസാരിച്ചത്, നിന്റെ കുടുംബത്തെക്കുറിച്ച് സംസാരിച്ചത്, നിന്റെ സഭയെക്കുറിച്ച് സംസാരിച്ചത്, അവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവന്റെ കൈ തന്നെ നിവർത്തിക്കും. അത് നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ കാണും. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഈ ദൂത് പരിശുദ്ധാത്മാവിൽ എടുത്ത് ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് തരികയാണ്. ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം സംസാരിച്ചത് നിന്റെ കണ്ണുകൊണ്ട് കാണത്തക്കവണ്ണം അതിന്റെ നിവർത്തിക്കായി ദൈവത്തിന്റെ കരം ചലിക്കുന്ന ദിവസങ്ങളാക്കി ദൈവം മാറ്റാൻ പോകുകയാണെന്ന് പരിശുദ്ധാത്മാവ് ഈ ദൂത് ഞാൻ കൈമാറുമ്പോൾ എത്ര പേരത് ആവേശത്തോടെ സ്വീകരിക്കുന്നുണ്ട്? യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. നിന്റെ തലമുറയെക്കുറിച്ച്, നിന്റെ കുടുംബത്തെക്കുറിച്ച്, നിന്റെ ഭാവിയെക്കുറിച്ച് ഒക്കെ ദൈവം നിന്നോട് സംസാരിച്ചിട്ടുണ്ടല്ലോ. നീ അത് ഒരുപക്ഷെ ബുക്കിനകത്ത് രേഖപ്പെടുത്തി എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അതിന്റെ നിവർത്തിയിലേക്ക് ദൈവത്തിന്റെ കരം തന്നെ, സംസാരിച്ചവന്റെ കരം തന്നെ, ബലമുള്ള കരം തന്നെ പ്രവർത്തിക്കാൻ പോവുകയാണെന്ന് പരിശുദ്ധാത്മാവ് ഞാൻ ദൂത് പറയുക. അത് നീ കണ്ണുകൊണ്ട് കാണും. പറ, വാഗുണ്ട് പറ, ഞാനതെന്റെ കണ്ണുകൊണ്ട് കാണും. എന്റെ ദൈവം എന്നോട് സംസാരിച്ചത് എനിക്ക് വേണ്ടി അവന്റെ കരം പ്രവർത്തിക്കുന്നത്, അതിന്റെ നിവർത്തിയിലേക്ക് കൊണ്ടുവരുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുമെന്ന് എത്രവർ പറയും. ഇവിടെ ശലോമോൻ പ്രാർത്ഥനയിൽ പറയുകയാണ്, തിരുവായ് മൊഴി കൊണ്ട് എൻ്റെ അപ്പനായ ദാവീദ് നിന്റെ ദാസനുണ്ടല്ലോ, അവനോട് നീ പറഞ്ഞതുപോലെ നീ നിവർത്തിച്ചിരിക്കുന്നു. തിരുവായ് മൊഴി കൊണ്ട് അരുളി ചെയ്തത് എൻ്റെ കണ്ണ് കാണത്തക്കവണ്ണം ഇന്ന് നിവർത്തിച്ചിരിക്കുന്നു. എന്താ പറഞ്ഞത്? നമുക്കറിയാം, ദാവീദിന് ഒരു വലിയ ആഗ്രഹമാണ്. എന്നെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന രാജ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി എൻ്റെ ദൈവത്തിന് ഒരു ആലയം പണിയണമെന്ന് ദാവീദിന് വലിയ ആഗ്രഹം. നല്ല ആഗ്രഹമാണ്. എന്നെ കേൾക്കുന്ന ഇതിൽ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളത് ഏറ്റവും നല്ല ആഗ്രഹമാണ്. അതിനേക്കാൾ വലിയ ആഗ്രഹം വേറെയില്ല. അതിനേക്കാൾ വലിയ നല്ല കാര്യം വേറെയില്ല. അത് ആലയത്തിലേക്ക് വന്നൊരു പായിടുന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ ഏറ്റവും വലിയ അനുഗ്രഹം വേറെ ഇല്ല. മറ്റുള്ളവരെ ആരാധനയിലേക്ക് കൊണ്ടുവരുവാൻ നിന്റെ ഭൗതിക നന്മകൾ ചെലവഴിക്കുന്നത് പോലെ വലിയ അനുഗ്രഹം വേറെ ഇല്ല. അപ്പൊ ഇവിടെ ദാവീദിന്റെ ആഗ്രഹം, എന്നെ ഞാനാക്കി എന്റെ ദൈവത്തിന് ഒരു ആലയം പണിയണം. നല്ല ആഗ്രഹമാണ്. അതിനുള്ള ക്രമീകരണങ്ങൾ ദാവീദ് ചെയ്തപ്പോ ദൈവം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ദാവീദേ, നീ അത് ചെയ്യണ്ട. പ്രയാസമുള്ള വാക്കുകൾ, നീ അത് ചെയ്യണ്ട. പക്ഷെ അവിടെ കൊണ്ട് അവസാനിച്ചായിരുന്നെങ്കിൽ ദാവീദ് നിരാശപ്പെട്ടനെ. ദാവീദിനോട് പറയാ, നീ ചെയ്യണ്ടെന്നേ പറഞ്ഞുള്ളൂ. അടുത്തതൂടെ കേക്ക്, നിന്റെ തലമുറയെ കൊണ്ട് ഞാൻ അത് ചെയ്യിപ്പിക്കും. നിന്റെ തലമുറയെ കൊണ്ട് നിന്റെ ആഗ്രഹത്തെ ഞാൻ സാധിപ്പിക്കും. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, നീ ദൈവത്തിനു വേണ്ടി, ദൈവസന്നിധിക്ക് വേണ്ടി, ദൈവാലയത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ആകണമെന്ന് ആഗ്രഹിച്ചാൽ അത് നിനക്ക് മാത്രമല്ല നിന്റെ തലമുറയ്ക്ക് നന്മയാണെന്ന് പരിശുദ്ധാത്മാവ് ഞാൻ ദൂത് പറയുക. കുറേനക്കാരനായി ഒരു മനുഷ്യൻ, അവൻ യേശുവിന്റെ ക്രൂശ് വീണും എഴുന്നേറ്റും മുൻപോട്ട് പോകുന്ന, പ്രയാസപ്പെട്ട് മുൻപോട്ട് പോകുന്ന യേശുവിന്റെ ക്രൂശ് ഒന്ന് നിർബന്ധ ബുദ്ധിയാൽ ഒന്ന് ചുമക്കാൻ തയ്യാറായപ്പോൾ അവന്റെ തലമുറ രണ്ടുപേരെ ക്രിസ്തുവിൽ പ്രസിദ്ധരാക്കിയ ഈ പുസ്തകത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ദൈവത്തിനു വേണ്ടി ചെയ്താൽ തലമുറയായി അനുഗ്രഹമാണെന്ന അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ പ്രസംഗിക്കുന്നത്. ഈ പുസ്തകവും അത് വിളിച്ചു പറയുകയാണ്. ഭക്തന്മാരുടെ ചരിത്രം അത് വിളിച്ചു പറയുകയാണ്. നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ, അപ്പച്ചനമ്മച്ചമാരുടെ ചരിത്രം അത് വിളിച്ചു പറയുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കണം ദൈവമക്കളെ, നീ ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞോളൂ. ദാവീദേ, നിന്റെ തലമുറയെ കൊണ്ട് ഞാൻ അത് ചെയ്യിപ്പിക്കും. നിന്റെ ആഗ്രഹം പോലെ നിന്റെ തലമുറയെ കൊണ്ട് ഞാൻ ഒരു ആലയം പണിയിപ്പിക്കും. അങ്ങനെ ദാവീദിന് ശേഷം അവന്റെ മകനായ ശലോമോൻ രാജാവായപ്പോൾ അവന്റെ ഉള്ളിലും ഈ ആഗ്രഹം കൊടുത്ത് അവനെ കൊണ്ട് ദൈവം പറഞ്ഞ പ്രകാരം ഒരു ആലയം പണിയിപ്പിച്ചു. ശലോമോന്റെ ആലയം എന്ന പേരറിയപ്പെട്ടു. ആലയം പണിഞ്ഞ ശേഷം ശലോമോൻ അതിനകത്തു നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കി ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു.
പ്രാർത്ഥനയിൽ എന്ത് സംഭവിച്ചെന്നറിയാമോ? ആലയം പണിഞ്ഞ് അവസാനിപ്പിക്കുക മാത്രമല്ല, അവന്റെ പ്രാർത്ഥനയിൽ സ്വർഗം താഴേക്ക് ഇറങ്ങി വന്നു, തേജസ് താഴേക്ക് ഇറങ്ങി വന്ന് ആലയത്തിനകത്തു നിറഞ്ഞു. പുരോഹിതന്മാർക്ക് ശുശ്രൂഷിക്കുവാൻ നിൽക്കാൻ കഴിയാത്ത തരത്തിൽ ദൈവ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു. നിയന്ത്രണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തു, ദൈവ തേജസ് ഏറ്റെടുത്തു, ദൈവം നിയന്ത്രണം ഏറ്റെടുത്തു. ആലയത്തിന്റെ നിയന്ത്രണം ദൈവം ഏറ്റെടുക്കണം. ദൈവം ഏറ്റെടുത്താൽ പാസ്റ്റർമാരുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ ആരാധന വെളിപ്പെടുന്നത്. അവർ സെക്രട്ടറിയുടെയും ട്രഷററുടെയും പ്രസിഡന്റിന്റെയും ആ ഇഷ്ടത്തിനനുസരിച്ചല്ല ആലയം ചലിക്കുന്നത്. ഇന്ന് നേരെ തിരിച്ചായി പോയി. ദൈവം ഇറങ്ങി വരാത്തത് കൊണ്ട് ഈ പറഞ്ഞ ആളുകളുടെ ഓഫീസർമാരുടെ ബുദ്ധിക്ക് അനുസരിച്ച് ചലിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ദൈവത്തിന്റെ പ്രവർത്തികളൊന്നും ആലയത്തിൽ വെളിപ്പെടാത്തത്. എന്നാൽ ശലോമോൻ ആലയത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവതേജസ് ഇറങ്ങി വന്നു. പുരോഹിതന്മാർക്ക് നിന്ന് ശുശ്രൂഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് പുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാരുടെയും നിയന്ത്രണം ദൈവത്തിന്റെ കയ്യിലായി. അങ്ങനെ നിൽക്കുമ്പോഴാണ്, ആ ദൈവസാന്നിധ്യത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് അവൻ സർവ്വസഭയും വിളിച്ചു കൂട്ടിയിട്ട് ദൈവത്തോടെ പ്രാർത്ഥിക്കുകയാണ്. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ പിൻപറ്റുവാൻ ഇറങ്ങുന്നവർക്ക് വേണ്ടി ദയയും വിശ്വസതയും പാലിക്കുന്ന നിന്നെപ്പോലെ സ്വർഗത്തിലും ഭൂമിയിലും വേറൊരുവനെ ഞങ്ങൾ കണ്ടിട്ടില്ല. നീ എൻ്റെ അപ്പനായ ദാവീദിനോട്, നിന്റെ ദാസനായ ദാവീദിനോട് പറഞ്ഞത് നീ നിവർത്തിച്ചിരിക്കുന്നു. തിരുവായ്മൊഴി കൊണ്ട് അരുളി ചെയ്തത് ഇന്ന് എൻ്റെ കണ്ണ് കാണത്തക്കവണ്ണം നിന്റെ തൃക്കൈ തന്നെ നിവർത്തിച്ചിരിക്കുന്നു എന്ന സാക്ഷ്യം അവിടെ വെളിപ്പെടുത്തുകയാ. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പരിശുദ്ധാത്മാവിൽ ഈ ദൂത് പറയാൻ വേണ്ടിയാണ് ഇന്ന് ഈ വചനം എടുത്തിരിക്കുന്നത്. ദൈവം നിന്നോട് അരുളി ചെയ്തത് അതിന്റെ പൂർണ്ണ ശക്തിയോടുകൂടെ അത് നിവർത്തിക്കുവാൻ അവന്റെ കൈ തന്നെ ചലിക്കും. നീ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എന്തായി തിരിവ് എങ്ങനെ നടക്കും ഒന്നുള്ളത് നിന്റെ ചിന്തയ്ക്ക് വിഷയമാക്കേണ്ട കാര്യമേ അല്ല. ദൈവം പറഞ്ഞതാണ്, അത് നടക്കുമെന്ന് നീ വിശ്വസിച്ചാൽ മതി. അതിനെ ലഘുവാക്കി, ദൈവത്തിന്റെ ശബ്ദത്തെ ലഘുവാക്കി കളയരുത്, അതിന്റെ ശക്തിയെ നീ കുറച്ചു കളയരുത്. അതിനെ നീ അവിശ്വസിച്ചുകൊണ്ട് ആ ദൈവപ്രവൃത്തിയെ അലക്ഷ്യമാക്കി കളയാതിരുന്നാൽ മതി. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് ഉൽപ്പത്തി 12-ാം അധ്യായത്തിൽ അബ്രഹാമിനെ വിളിച്ചിറക്കുമ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് തലമുറയെ തരും. 75 വയസ്സുണ്ടന്നേരം ഞാൻ നിനക്ക് തലമുറയെ തരും. പക്ഷേ നീണ്ട 24 വർഷങ്ങൾ കഴിഞ്ഞ് 99 വയസ്സായി, തലമുറയെ ലഭിച്ചില്ല. ഇതിനിടയിൽ ദൈവം കൊടുക്കാത്തൊരു തലമുറ വീട്ടിനകത്ത് വന്നു. ഹാഗാറിലൂടെ, ദാസിയിലൂടെ, സാറയിലൂടെ വെളിപ്പെടേണ്ട വാഗ്ദത്ത സന്തതിക്ക് പകരം സ്വന്തം ബുദ്ധിയിൽ ചലിച്ചത് കൊണ്ട് ഒരു ഇസ്മായിൽ ഭവനത്തിനകത്ത് ഇപ്പോ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അബ്രഹാം സാറാമ്മച്ചി ഒന്ന് നോക്കി. സാറാമ്മച്ചി ഇതുവരെയും ഗർഭം ധരിച്ചിട്ടില്ല. അവള് ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമെന്നാണ് ഇറങ്ങിയ കാലത്ത് പറഞ്ഞത്. ഇപ്പോൾ വർഷം 24 കഴിഞ്ഞിരിക്കുന്നു. സാറാമ്മച്ചിയെ നോക്കിയപ്പോൾ അവളുടെ ഗർഭപാത്രത്തിന്റെ നിർജീവാവസ്ഥ അവന് മനസ്സിലായി. അവൻ സ്വന്തം ശരീരത്തേക്ക് നോക്കി. ആ ശരീരത്തിന്റെ ബലഹീനത അവന് മനസ്സിലായി. അവൻ മനസ്സിൽ പറഞ്ഞു, ഇനിയൊരു തലമുറ ഉണ്ടാകാനുള്ള ശക്തി ഞങ്ങൾക്കില്ല. സത്യമാണ് അവൻ പറഞ്ഞത്, കണ്ടതാണ് അവൻ പറഞ്ഞത്. ഇനിയൊരു തലമുറ ഉണ്ടാകാനുള്ള, ദൈവം പറഞ്ഞതുപോലെ ഒരു തലമുറ ഉണ്ടാകാനുള്ള ശക്തി ഞങ്ങൾക്കില്ല എന്നവൻ പറഞ്ഞു. ആ സെക്കൻഡിൽ പുസ്തകം പറയുന്നു, 17-ാം അധ്യായത്തിൽ ദൈവം അവന് പ്രത്യക്ഷനായി, ഇറങ്ങി വന്നു, അവന്റെ മുൻപിൽ നിന്നിട്ട് പറഞ്ഞു, അബ്രഹാമേ, നീ കണ്ടതെല്ലാം ശരിയാ. നിനക്ക് ശക്തിയില്ലെന്നുള്ളതും നിന്റെ ഭാര്യയ്ക്ക് ശക്തിയില്ലെന്നുള്ളതും ഒക്കെ ശരിയാണ്. പക്ഷേ നിന്നോട് അരുളിച്ചത് എന്നെ നീ നോക്ക്, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. 24 വർഷം കഴിഞ്ഞിട്ടും എന്റെ ശക്തിക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഈ 2024-ലും എന്റെ ദൈവത്തിന്, ഞാൻ പിൻപറ്റുന്ന എന്റെ ദൈവത്തിന് ഒരു ശക്തിക്ഷയവും സംഭവിച്ചിട്ടില്ല. അവൻ വാക്ക് മാറ്റിയിട്ടില്ല, മാറ്റുന്ന ദൈവവുമല്ല. എത്ര പേർക്കത് ആവേശത്തോടെ പറയാൻ കഴിയും? എൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് പറയാം, ഇന്നും സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുവാൻ, പിൻപറ്റാൻ കാരണമെന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവത്തെ പോലെ ശക്തനായ വേറൊരുവനെ ഞാൻ കണ്ടിട്ടില്ലാത്തത് കൊണ്ടാണ്. അവൻ പറഞ്ഞ വാക്കിതുവരെയും മാറ്റിയിട്ടില്ലാത്തത് കൊണ്ടാണ്. ഒരു നിരാശയുമില്ലാതെ, ഒരു മനപ്രയാസവുമില്ലാതെ ജീവിക്കുവാനുള്ള കാരണം ഞാൻ എൻ്റെ ദൈവത്തെ എൻ്റെ മുൻപിൽ കണ്ടുകൊണ്ടാണ് നിൽക്കുന്നത്. അവനെ പോലെ ശക്തിയുള്ള ഒരു ദൈവം വേറെയില്ല. അവനെ പോലെ സഹായിക്കുന്ന ഒരു ദൈവം വേറെയില്ല. അവനെ പോലെ കരുതുന്ന ഒരു ദൈവം വേറെയില്ല. അവനെ പോലെ സംരക്ഷിക്കുന്ന ഒരു ദൈവം വേറെയില്ല. അവനെ പോലെ എന്നോട് ഇടപെടുന്ന ഒരു ദൈവം വേറെയില്ല. അത് മനസ്സിലാക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഇവിടെ അബ്രഹാമിന് പ്രത്യക്ഷനായിട്ട് പറയാ, ഞാൻ സർവശക്തിയുള്ള ദൈവമാടാ.
നിന്റെ ഭാര്യ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ കവിണ്ണ് വീണ് ചിരിച്ചു, മനസ്സിൽ പറഞ്ഞു. ആ 17-ാം അധ്യായം അവസാനം നിങ്ങൾ നോക്കിയാൽ മതി. അവൻ കവിണ്ണ് വീണ് ചിരിച്ചിട്ട് മനസ്സിൽ പറഞ്ഞു, അപ്പോൾ അബ്രഹാം കവിണ്ണ് വീണ് ചിരിച്ചു, 100 വയസ്സുള്ളവന് മകൻ ജനിക്കുമോ, 90 വയസ്സുള്ള സാറ പ്രസവിക്കുമോ എന്ന് തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു. ഹൃദയത്തിൽ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് അവൻ ദൈവത്തോട് പറയുക, ഇസ്മായേൽ നിന്റെ മുൻപാകെ ജീവിച്ചിരുന്നാൽ മതി എന്ന് അബ്രഹാം ദൈവത്തോട് പറഞ്ഞു. ദൈവത്തിന് പ്രയാസമില്ലാത്ത കാര്യമാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം നടക്കുന്ന കാര്യമൊന്നുമല്ല. നീ ഇപ്പം ഇസാക്കല്ലല്ലോ, ഇനിയിപ്പോൾ ഒരു തലമുറയെ തരുമെന്നല്ലേ പറഞ്ഞത്. അതിപ്പോൾ ഓൾറെഡി എൻ്റെ ഭവനത്തിനകത്ത് ഒരു ഇസ്മായിൽ ഉണ്ടല്ലോ, അത് മതി. ദൈവത്തിൻ്റെ അരുളപ്പാടിനെ, എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, അതിൻ്റെ ശക്തിയെ കുറച്ച് കാണരുത്. ദൈവത്തോട് പറയുക, ഇനി അങ്ങനെ ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല, നീ അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം, ഇസ്മായിലിനെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം, നിന്റെ മുൻപാകെ ഒരു ഇസ്മായിൽ ഉണ്ടല്ലോ, അത് മതി എന്ന് പറഞ്ഞപ്പോൾ ദൈവം അതിനെ അംഗീകരിക്കുകയല്ല ചെയ്തത്. അടുത്ത വാക്ക് ശ്രദ്ധിക്കണം. അതിന് ദൈവം അരുളി ചെയ്തത് അല്ല, സ്റ്റോപ്പ് ചെയ്യണം, കട്ട് ചെയ്യണം. എന്നെ കേൾക്കും ദൈവത്തിന്റെ പൈതലേ, ദൈവപ്രവർത്തിയെ അവിശ്വസിക്കുന്ന വാക്കുകൾ ആര് പറഞ്ഞാലും സ്റ്റോപ്പ് ചെയ്തോണം. അത് ദൈവപ്രവൃത്തിയെ തടസ്സപ്പെടുത്തുകയാണ്. അവിശ്വാസത്തിന്റെ വാക്ക് അത് ഭവനത്തിൽ നിന്നാണെങ്കിലും സഭയിൽ നിന്നാണെങ്കിലും പാസ്റ്ററിൽ നിന്നാണെങ്കിലും ആരിൽ നിന്ന് വെളിപ്പെട്ടാലും സ്റ്റോപ്പ് ചെയ്യണം. പോസാത്തനെന്ന് പറയണം. അത് ഏറ്റെടുക്കാൻ പാടില്ല. ഭവനത്തിൽ നിന്ന് യേശുവിനോട് കൂടെ ആ പള്ളിപ്രമാണി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, വിടുതലിന് വേണ്ടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, വിടിവിക്കാൻ വേണ്ടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ നിന്നൊരു ശബ്ദം വന്നു, ഇനിയും വേണ്ട, നടക്കത്തില്ല, പോയി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കർത്താവ് ആ സെക്കൻഡിൽ അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, കൂടെ നടക്കുന്നവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ആ വാക്ക് കാര്യമാക്കല്ലേ, ആ വാക്ക് കാര്യമാക്കല്ലേ, ആ വാക്ക് കാര്യമാക്കല്ലേ. കൂടെ ആരാണെന്നുള്ളത് വിശ്വസിക്ക്, കൂടെ നടക്കുന്നത് ആരാണെന്നുള്ളത് ഏറ്റെടുക്ക്. അവിശ്വാസത്തെ കട്ട് ചെയ്ത് കളാ. അതാ ദൈവപ്രവർത്തിക്ക് തടസ്സം. ദൈവപ്രവർത്തി വിശ്വസിക്കുന്നതിന് വേണ്ടി വ്യാപരിക്കുന്നതാണ്. ഇവിടെ ദൈവം ആ സെക്കൻഡിൽ പറയുകയാണ് അല്ല. അടുത്ത വാക്ക് അല്ല. അതാ വാക്യം 17-ാം അധ്യായം അതിന് 19-ാം വാക്യം. അതിന് ദൈവം അരുളിച്ചത് അല്ല, നിന്റെ ഭാര്യയായ സാറ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും, നീ അവൻ ഇസ്ഹാക്ക് എന്ന് പേരിടണം. പേര് വരെ കൊടുക്കുക. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, അല്ലിയ ജനിക്കുന്നതിന് മുൻപ് ജനിക്കും, അവൻ ഇന്ന പേരുണ്ടാകുമെന്ന് പറയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. അടുത്ത വർഷം ആ സെക്കൻഡിൽ തന്നെ, എൻ്റെ ചിന്തയിൽ ആ സെക്കൻഡിൽ തന്നെ ആ സാറയുടെ ഉള്ളിൽ ആ കുഞ്ഞ് ജനിച്ചു. ആ വർഷം ഒരു തലമുറയുണ്ടായി. അങ്ങനെ 100-ാമത്തെ വയസ്സിൽ തലമുറയുമായിട്ട് അവൻ ദൈവസന്നിധിയിൽ നിന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവ ശബ്ദത്തെ അവിശ്വസിക്കരുത്. വാക്കുകൊണ്ട് പറ, എന്നോട് ദൈവം പറഞ്ഞത് അതേപോലെ അവൻ നിവർത്തിക്കും. അതിനുവേണ്ടി ഞാനൊന്നും ചെയ്യണ്ട, എൻ്റെ ദൈവം തന്നെ ചെയ്യും. ആര് സംസാരിച്ചോ അവൻ തന്നെ പ്രവർത്തിക്കും. എത്ര പേർക്ക് അത് പറയാൻ കഴിയും? ഇന്ന് ഈ സമയത്ത് രാത്രിയോ പകലോ എന്നെ കേൾക്കുന്ന ഏത് അവസരമാകട്ടെ, നിങ്ങൾ ഓരോ വിഷയത്തിന് നടുവിലും പറ, എൻ്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു തന്നെ സംഭവിക്കും. അത് അവൻ തന്നെ അതിനുവേണ്ടി പ്രവർത്തിക്കും, അവൻ തന്നെ അത് നേടിത്തരും. ദൈവം എന്നോട് പറഞ്ഞ, എൻ്റെ ചെവിയിൽ പറഞ്ഞൊരു ദൂതി ഞാൻ പറയാം. പരിശുദ്ധാത്മാവ് നിന്നെ വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുചെല്ലും. പരിശുദ്ധാത്മാവ് തന്നെ വാഗ്ദത്തം എടുത്തു നിന്റെ കയ്യിൽ തരും. നീ ബുദ്ധിമുട്ട കാര്യമില്ല. ആത്മാവ് നിന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാവ് തന്നെ എന്റെ നിവർത്തിയിലേക്ക് കൊണ്ടുപോകും. ആത്മാവ് തന്നെ ആ വാഗ്ദത്ത നിവർത്തി എടുത്തു നിന്റെ കയ്യിൽ തരും. നീ അത് അനുഭവിക്കും. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, അതെപ്പോൾ നീ കേട്ടാലും ഏത് സമയത്ത് കേട്ടാലും, ആൽറെഡി ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നാളുകളായുള്ള നിന്റെ പ്രാർത്ഥനകളുടെ മറുപടി നിന്റെ മുന്നിൽ കാണത്തക്കവണ്ണം വെളിപ്പെടാൻ പോകുക. അതിന് പിൻപിൽ ദൈവത്തിന്റെ കൈ ചലിക്കാൻ പോകുകയാണ്. ഏറ്റെടുക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്തു. അതുവരെ ഞാൻ നീയും ഇരിക്കുന്ന ദൈവത്തിന്റെ ബലമുള്ള കൈയുടെ കീഴിലാണ്, ശക്തിയുള്ള കൈയുടെ കീഴിലാണ്. ശ്രദ്ധിക്കണം. അപ്പോൾ ശ്രദ്ധിക്കണമേ, അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ, ദൈവത്തിൻ്റെ വാക്കുകളെ നമ്മൾ അവിശ്വസിക്കരുത്, അതിനെ ബലഹീനമാക്കരുത്. അത് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ അതിനെ പിൻപറ്റണം. അതിനെ പിൻപറ്റണം. ദൈവത്തെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ ദൈവശബ്ദത്തെ പിൻപറ്റുക എന്ന അർത്ഥം. യേശുവിനെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ യേശു നിന്നോട് സംസാരിച്ച ശബ്ദങ്ങളെ പിൻപറ്റുക എന്നുള്ളതാണ് അർത്ഥം. അതിനെ ഒഴിവാക്കിക്കൊണ്ട് നിനക്ക് നീ പാട്ടുപാടിയിട്ട് കാര്യമില്ല, അന്യഭാഷ പറഞ്ഞിട്ട് കാര്യമില്ല, പള്ളി വന്നിട്ട് കാര്യമില്ല. ദൈവശബ്ദത്തെ പിൻപറ്റണം.
ദൈവ ശബ്ദത്തെ അനുസരിക്കണം. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അപ്പോൾ അതിനകത്ത് വേറൊരു ഭാഗം കൂടെ ഉണ്ട്. ദൈവം അരുളി ചെയ്തത്, അവൻ്റെ വായ അരുളി ചെയ്തത് അവൻ്റെ തൃക്കൈ കൊണ്ട് നിവർത്തിക്കും. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോണം. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. തിരുവായി കൊണ്ട് അരുളി ചെയ്തത് ഇന്ന് കാണും പോലെ തൃക്കൈ കൊണ്ട് നിവർത്തിക്കും. പക്ഷേ ഈ അരുളി ചെയ്തതിനിടെ ദൈവം നിന്നോട് സംസാരിക്കുന്നതിനും നിവർത്തിക്കുന്നതിനും ഇടയിലുള്ളൊരു സമയമുണ്ട്. അതാ ശ്രദ്ധിക്കേണ്ട സമയം. അതാണ് ഈ തക്ക സമയം. അവിടാണ് വിഷയം. ദൈവം നിന്നോട് പറഞ്ഞതും അത് നിവർത്തിക്കുവാനുമുള്ള ഇടയിലുള്ളൊരു സമയമുണ്ട്, ഒരു ഗ്യാപ്പുണ്ട്. ആ സമയം വിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ട് നീ ദൈവത്തിന്റെ ബലമുള്ള കൈയുടെ കീഴിലായിരിക്കണം. അത് നിവർത്തിക്കുന്നിടം വരെ നിന്നെ ആർക്കും അവൻ വിട്ടുകൊടുക്കില്ല. ഒരു ശത്രുവിന് തന്നെ തകർക്കാൻ കഴിയില്ല. ദാവീദിനെ തന്നെ നിങ്ങൾ നോക്ക്. എന്നത് എളുപ്പം പറഞ്ഞ് അവസാനിപ്പിക്കാം. ദാവീദിനെ നിങ്ങൾ നോക്ക്. കാട്ടിൽ കിടന്ന ദാവീദിനെ ദൈവത്തിന്റെ പ്രവാചകൻ ശമൂവേലിനെ തൈലക്കൊമ്പിൽ തൈലവും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് അയച്ച്, വീട്ടിൽ ഒത്തിരി മിടുക്കന്മാരുണ്ടായിട്ടും അവരെയെല്ലാം മാറ്റി നിർത്തിയിട്ട് കാട്ടിൽ നിന്ന് ദാവീദിനെ വിളിപ്പിച്ച് അവന്റെ തലയിൽ തൈലക്കൊമ്പിലിരുന്ന തൈലം ഒഴിച്ച് അവനെ ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. പറഞ്ഞാണ് അഭിഷേകം ചെയ്തത്. അവന്റെ അപ്പൻ കേട്ട് കാണും, അവന്റെ അമ്മ കേട്ട് കാണും, മിടുക്കന്മാരായ സഹോദരങ്ങൾ കേട്ടു. അവർ കേൾക്കെ ഇസ്രായേലിന്റെ രാജാവായിട്ട് നിന്നെ അഭിഷേകം ചെയ്തു എന്ന് പറഞ്ഞ് തൈലക്കൊമ്പിലെ തൈലമെടുത്ത് പ്രവാചകൻ, അറിയപ്പെടുന്നയാൾ, അവന്റെ തലയിൽ ഒഴിച്ചു. പ്രവാചകൻ അതിനുശേഷം പോയി എന്താ പറഞ്ഞത്? ഇസ്രായേലിന്റെ രാജാവായിട്ട് നിന്നെ അഭിഷേകം ചെയ്യുന്നു. അത് ദൈവത്തിന്റെ വായരുളി ചെയ്ത ശബ്ദമാണ്, ദൈവത്തിന്റെ അരുളപ്പാടാണ്, ദൈവത്തിന്റെ വാഗ്ദത്തമാണ്, ദൈവത്തിന്റെ പ്രോമിസാണ്. പക്ഷെ പിന്നീട് നിങ്ങൾ കണ്ടോ, അതിനെ ആരും എന്തോ ഇതിൽ കേട്ടവരാരും വലിയ വില കൊടുത്തില്ല. കേട്ടവർക്ക് വലിയ വിശ്വാസമൊന്നും വന്നില്ല. അതുകൊണ്ടാണ് അവനെ പിന്നെയും എങ്ങോട്ട് അയച്ചത്? കാട്ടിലേക്ക് അയച്ചത്. ആ അപ്പനം വില കൊടുത്തായിരുന്നെങ്കിൽ ഇവനെയും ഒരു യോദ്ധാവാക്കി മാറ്റാൻ. കാരണം രാജാവാകേണ്ടവനല്ലേ, അതിന് ചില അടവുകളൊക്കെ ഉണ്ടാവണമല്ലോ, അതിന് ആയുധകലകളൊക്കെ പഠിക്കണമല്ലോ, അതിനനുസരിച്ച് സഹോദരന്മാരുടെ കൂടെ യോദ്ധാവാകാനുള്ള പരിശീലനത്തെ അയക്കണമായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്തില്ല. പണ്ടെന്താണോ അവൻ ചെയ്തത് അതേപോലെ തന്നെ കാട്ടിലേക്ക് അവനെ അയച്ചു, ആടുകളെ തീറ്റാൻ. അവരാരും വലിയ വില കൊടുത്തില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിലെ ദൂതിന് കേൾവിക്കാർ വലിയ വില കൊടുത്തില്ലെങ്കിലും ആരോടാണോ പറഞ്ഞത് അത് അവരവർ ഏറ്റെടുത്ത് അതുകൊണ്ട് നടക്കണം. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. ദൈവം നിന്നോടാണ് പറഞ്ഞതെങ്കിൽ, ദൈവം ഒരു അരുളപ്പാട് നിന്നോടാണ് പറഞ്ഞതെങ്കിൽ നിന്റെ ഭർത്താവിനത് അത് മനസ്സിലായെന്ന് വരത്തില്ല, അവനത് വിശ്വാസമായി വരത്തില്ല. നിന്റെ ഭാര്യയ്ക്ക് ചിലപ്പോൾ വിശ്വാസമായി വരണമെന്നില്ല, കുഞ്ഞുങ്ങൾക്ക് വിശ്വാസമായി വരണമെന്നില്ല, അവരെ ഒന്നും പഠിപ്പിക്കാൻ പോണ്ട. പക്ഷെ നിന്റെ ഉള്ളിൽ നിന്ന് പോകരുത്. ദൈവം അരുളി ചെയ്തതാണ്, അത് ദൈവം നിവർത്തിക്കുമെന്നുള്ള വിശ്വാസം നിന്റെ ഉള്ളിൽ നിന്ന് പോകരുത്. ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചത്. അപ്പനും അവന്റെ സഹോദരങ്ങളും എല്ലാം അവനെ വീണ്ടും കാട്ടിലേക്ക് അയച്ചു. എന്തായിരുന്നു പറഞ്ഞത്? ഇസ്രായേലിന്റെ രാജാവാകും, അതിനായുള്ള അഭിഷേകം നിന്റെ മേൽ വീണ് കഴിഞ്ഞു. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് ആ പ്രവൃത്തി വെളിപ്പെടുന്നതിനിടയിൽ സംഭവിച്ചത് സിംഹം വരുന്നു, കരടി വരുന്നു. കണ്ടോ? പ്രശ്നങ്ങളാണ്. പക്ഷേ ശ്രദ്ധിക്കണം, ദൂത് പറഞ്ഞവന്റെ കൈ നിന്റെ തലയ്ക്ക് മീതെയുണ്ട്. എത്ര പേർക്ക് ബോധ്യം വരുന്നുണ്ട്? ദൂത് പറഞ്ഞവന്റെ കൈ നിന്റെ തലയ്ക്ക് മീതെയുണ്ട്. ദൂത് പറഞ്ഞവന്റെ കൈ ബലമുള്ള കൈയാണ്. സിംഹം വന്നാലും നിന്നെ അവസാനിപ്പിക്കാൻ കഴിയില്ല. കരടി വന്നാലും നിന്നെ കടിച്ചു കീറാൻ പറ്റില്ല. കാരണം ഒരു ബലമുള്ള കൈയുടെ കീഴിലാണ് നീ ഇരിക്കുന്നത്. നിവർത്തിക്കപ്പെടുന്നിടം വരെ, ദാവീദേ, നീ ഇസ്രായേലിന്റെ രാജാവാകുന്നിടം വരെ, സിംഹമാകട്ടെ, കരടിയാകട്ടെ, ഗോലിയാത്താകട്ടെ, അഭിഷേകം നഷ്ടപ്പെട്ട ശൗലിന്റെ കുന്തമാകട്ടെ, ഇതൊന്നും നിന്നെ തീർക്കാൻ പറ്റില്ല. കാരണം നിന്റെ മേലൊരു കരമുണ്ട്, അത് ബലമുള്ള കരമാണ്. എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലാകുന്നുണ്ട്? വാഗ്ദത്തമുള്ളവന്റെ തലയ്ക്ക് മീതെ ഒരു കരമുണ്ട്. എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലാകുന്നുണ്ട്? വാഗ്ദത്തം മാത്രമല്ല നിനക്ക് തന്നത്, അവരുടെ കരവും നിന്റെ തലയ്ക്ക് മീതെ ഉണ്ട്. എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലാകുന്നുണ്ട്? പരിശുദ്ധാത്മാവ് ഈ ദൂത് ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. എന്നെ കേൾക്കുന്ന സഹോദരി, എന്നെ കേൾക്കുന്ന സഹോദര, ദൈവദാസ, കുഞ്ഞുങ്ങളെ,
ദൈവം നിന്നോട് സംസാരിച്ചിട്ടില്ലേ? ആ ശബ്ദം അതിന്റെ അകത്തുണ്ടെങ്കിൽ നീ ഇരിക്കുന്നത് അവന്റെ ബലമുള്ള കൈയുടെ കീഴിലാണോ? ദാവീദേ, സിംഹം വന്നാലും നീ കാട്ടിലാണ് ഇരിക്കുന്നതെങ്കിലും, കരട് നിനക്കെതിരെ വന്നാലും ഇല്ല, നീ ഇരിക്കുന്നത് ബലമുള്ള ഒരു കൈയുടെ കീഴിലാണ്. അവൻ സിംഹത്തിന് തന്നെ വിട്ടുകൊടുക്കില്ല, കരടിക്ക് തന്നെ വിട്ടുകൊടുക്കില്ല. അതാണ് പാട്ടുകാരൻ പറഞ്ഞു, ആരു പറഞ്ഞാലും ഞാൻ ഏകനാകുമോ, ആരു കൈവിട്ടാലും നീ എന്നെ കൈവിടുമോ, ആരു പറഞ്ഞാലും ഞാൻ ഏകനാകുമോ, ആരു കൈവിട്ടാലും നീ എന്നെ കൈവിടുമോ, ആഴിയിന്നോളങ്ങൾ ആർത്തിരം വീടുമ്പോൾ നാലാം യാമത്തിൽ നീ വന്നിരുന്നില്ലെങ്കിൽ പണ്ടു തന്നെ തകർന്നു പോയേനെ ഞാൻ, പണ്ടു തന്നെ വാടി വീണേനെ. ദൈവം ഇതിൽ നീ ഇന്നും തകരാതിരിക്കാൻ കാരണം, വെള്ളം നിന്റെ തലയ്ക്ക് മീതെ വന്നിട്ട് നീ തകരാതിരിക്കാൻ കാരണം, നിന്നോടൊരു ദൂത് പറഞ്ഞ ദൈവം നിന്റെ തലയ്ക്ക് മുകളിലുണ്ട്. വാഗ്ദത്തം പറഞ്ഞവൻ നിന്റെ തലയ്ക്ക് മീതെയുണ്ട്. നീ കാരാഗ്രഹത്തിലാത്താണെങ്കിലും സിംഹക്കുഴിയിലാണെങ്കിലും നിന്റെ തലയ്ക്ക് മീതെ പറഞ്ഞവന്റെ കരമുണ്ടെന്ന്. എത്ര പേർക്ക്? അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ ഒറ്റയ്ക്കാകത്തില്ല, ഒരു കരം എന്റെ മേലുണ്ട്, ശക്തിയുള്ള ഒരു കരം എന്റെ മേലുണ്ട്, ഉയർത്തുന്ന ഒരു കരം എന്റെ മേലുണ്ട്, എന്നോട് പറഞ്ഞ് നിവർത്തിക്കുന്ന ഒരു കരം എന്റെ മേലുണ്ട്. എത്ര പേർ ദൈവത്തിന് സ്തോത്രം ചെയ്യും? ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. സിംഹം വന്നു, കരടി വന്നു, ഇതെല്ലാം ഒരു പരിശീലനമാണ്. എങ്ങോട്ടേക്ക് അപ്പൻ പരിശീലിപ്പിക്കാൻ അയച്ചില്ലെങ്കിലും നിന്നോട് അരുളി ചെയ്തവൻ പരിശീലിപ്പിക്കാൻ വേണ്ടി നിന്നെ അയച്ചിരിക്കുകയാ. എത്ര പേർക്ക് ഇത് ദൂത് മനസ്സിലാകുന്നുണ്ട്? ഈ ഇടവേള സമയമുണ്ടല്ലോ, നിവർത്തിയാകുന്ന ഒരു സമയമുണ്ടല്ലോ, നീ പ്രയാസപ്പെട്ടൊരു സമയമുണ്ടല്ലോ, അതൊരു പരിശീലനമാണ്. ആ പരിശീലനത്തെ താഴോട്ട് വിടാനല്ല, നിന്നെ ഉയർന്ന മാർക്ക് വാങ്ങി നിന്നെ മേളിലോട്ട് വിടാനുള്ള ഒരു മാർഗമാണ്. സിംഹം വന്നു, കരടി വന്നു, പരിശീലിപ്പിച്ചു. അവിടെ നിന്ന് സമയമായപ്പോൾ അപ്പന്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അപ്പം പറയാണ്, സഹോദരന്മാർ പടക്കളത്തിലുണ്ട്, സിറ്റിയിലുണ്ട്, അവരെ പോയി ഒന്ന് കണ്ടേച്ചു വാ. കണ്ടോ, ഇതെല്ലാം ദൈവത്തിന്റെ പ്ലാനാണ്, ദൈവത്തിന്റെ പദ്ധതിയാണ്. നിന്നെക്കുറിച്ചൊരു കാര്യം ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കുവാനുള്ള ഒരു പദ്ധതിയും അവൻ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് കൈമാറുകയാണ്. നീ ഒന്നും ഭാരപ്പെടണ്ട. എങ്ങനെ, അയ്യോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് രാജാവാകും, എങ്ങനെ രാജാവാകും? അതിന് ഞാനൊന്നും പഠിച്ചിട്ടില്ലല്ലോ, അതിന് എനിക്ക് സപ്പോർട്ടായിട്ട് ആരുമില്ലല്ലോ, എനിക്ക് ഡിസ്ട്രിക്ട് ഇല്ല, സെക്ഷൻ ഇല്ല, എനിക്ക് പാസ്റ്റർമാരില്ല, സപ്പോർട്ട് ഇതൊന്നും വിഷയമല്ല. ഇതൊന്നും വിഷയമല്ല. പ്രവർത്തിക്കുന്നത് ദൈവമാണ്. ഇതിന്റെ മാസ്റ്റർ പ്ലാൻ പറഞ്ഞവന്റെ തലയ്ക്കകത്താണ്, കുശവന്റെ തലയ്ക്കകത്തുണ്ട്, വേറെ ആർക്കും അറിയില്ല. ഇതിന്റെ ബ്ലൂ പ്രിന്റ്, മുമ്പിലിരിക്കുന്ന കളിമണ്ണ് എന്തായിത്തീരണമെന്നുള്ള ബ്ലൂ പ്രിന്റ് ഇരിക്കുന്നത് കുശവന്റെ തലമണ്ടയ്ക്കകത്താണ്, തലയ്ക്കകത്താണ്. അത് അവന് മാത്രമേ അറിയൂ. അതിനനുസരിച്ച് അവന്റെ കരം ചലിച്ചു കൊണ്ടിരിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ ജയം. ഈ ദൈവത്തെ പോലൊരു ദൈവം വേറെയുണ്ടോ? ഞാൻ അവന്റെ കയ്യിലിരിക്കുകയാണ്, അവൻ എന്നെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിലെ നീ ദൈവത്തിന്റെ കീഴിലാണ് ഇരിക്കുന്നത്. അവന്റെ ബലമുള്ള കൈയുടെ കീഴിലാ സഹോദരി നീ ഇരിക്കുന്നത്. സന്തോഷിച്ചോ? ഇന്ന് നീ അനുഭവിക്കുന്ന കടന്നു പോകുന്ന വഴികൾ ഒരു പരിശീലനമാണ്. നീ തകരില്ല, നിന്റെ തലമുറ തകരില്ല, നിന്റെ കുടുംബം തകരില്ല. ഭാരപ്പെടാതെ, അവൻ പണിയും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. സമയമായപ്പോൾ നോക്ക്, വെല്ലുവിളിക്കുന്ന ഗോലിയാത്തിന്റെ മുൻപിൽ പരിശീലനം ലഭിച്ചവന് ഒരു വിഷയമല്ല, അവനൊരു ഭാരമല്ല. ഇതൊന്നും അവനൊരു പ്രശ്നമല്ല. എന്നെ കുറിച്ച് ചിലതൊക്കെ പറഞ്ഞത്, എന്താ വന്നാലും അവനൊരു കൂസലുമില്ല. സത്യമാണ്, ഒരു കൂസലുമില്ല. ഇതൊക്കെ ഒരു പരിശീലനമാണ്. കഴിഞ്ഞ നാളുകളിലെ അനുഭവം ഈ പ്രശ്നത്തെ അതിജീവിക്കാനുള്ള കരുത്താക്കി ദൈവം മാറ്റി തന്നിട്ടുണ്ട്.
അതുകൊണ്ട് നിങ്ങൾ എന്നെ അപവാദം പറഞ്ഞ് അപമാനിച്ചാലും, നിങ്ങൾ എന്നെ തള്ളിക്കളഞ്ഞാലും, ഒറ്റപ്പെടുത്തിയാലും, മാറ്റി നിർത്തിയാലും ഒന്നും പേടിക്കില്ല. ശക്തിയുള്ള ഒരു കരത്തിന്റെ കീഴിലാണ് ഞാൻ. സന്തോഷമുള്ളവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ദൈവമക്കളെ നോക്കിയിട്ട് പടിപടി കയറിപ്പോയത് കണ്ടോ? ഗോലിയാത്തിനെയും തകർത്ത്, ഹല്ലേലൂയ, അഭിഷേകം നഷ്ടപ്പെട്ട ശൗലുമാരുടെ കുന്തത്തെയും തകർത്ത് അവൻ എവിടെ ചെന്നു? ദൈവം നിവർത്തിച്ചു. പറഞ്ഞതുപോലെ അവൻ നിവർത്തിച്ചു. ഇസ്രായേലിന്റെ ചക്രവർത്തിയായി, രാജാവായി ഇന്ന് ദാവീദ് ഇരിക്കുകയാ. ആരാ ഇതിനിടെ പ്രവർത്തിച്ചത്? അപ്പനാണോ? അമ്മച്ചനാണോ? സഹോദരങ്ങളാണോ? സഭകളാണോ? പാസ്റ്റർമാരാണോ? ഡിസ്ട്രിക്റ്റ് ആണോ? സൂപ്രണ്ടാണോ? ഇല്ല, അവരാരെയും കണ്ടില്ല. പറഞ്ഞവൻ തന്നെ പടിപടിയായി കൊണ്ടുവന്ന് എവിടെ ഇരുത്തി? ഇസ്രായേലിന്റെ രാജാവാക്കി മാറ്റി. ആ കസേരയിൽ ഇരുത്തിയെങ്കിൽ ദൈവത്തിനൊരു സമയമുണ്ടത് തക്ക സമയമാണ്. ജോസഫിനോട് ചോദിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ജോസഫ് സഹോദരങ്ങൾ ഒറ്റപ്പെടുത്തിയപ്പോ ദൈവം ഇറങ്ങി വന്നൊരു ദർശനം കൊടുത്തു, ഒരു സ്വപ്നം കൊടുത്തു. നീ അവരുടെ മുൻപിൽ ഞാൻ നിന്നെ ഉയർത്തുമിടാ കുഞ്ഞെ, നീ ഭാരപ്പെടാതെ, വേദനിക്കാതെ. നിന്നെ അപമാനിക്കുന്നവരുടെ മുൻപിൽ, നിന്നെ മാറ്റി നിർത്തുന്നവരുടെ മുൻപിൽ ഞാൻ നിന്നെ ഉയർത്തുന്ന ഒരു ദിവസമുണ്ട് കുഞ്ഞെ. അന്ന് മുതൽ അവന്റെ മുഖം വാടിയില്ല. അവൻ അത് ഏറ്റെടുത്തുകൊണ്ട് നടക്കുക. ദൈവം പറഞ്ഞ ശബ്ദത്തെ ഏറ്റെടുത്തുകൊണ്ട് നടന്നാൽ ദൈവം നിന്റെ കൂടെ ഉണ്ട്. അത് ഏറ്റെടുത്തു. ദൈവം നിന്നെ ഉയർത്തും, ദൈവം എന്നെ ഉയർത്തും. അതായിരുന്നു ദൂത്. പക്ഷെ അതിനിടയിൽ ഒരു സമയമുണ്ട്, തക്ക സമയം. ആ സമയത്താണ് സഹോദരന്മാർ അവനെ എടുത്ത് പൊട്ടക്കിണറ്റിലിട്ടത്. ദൈവം പറഞ്ഞിട്ട് ഇങ്ങനെ സംഭവിക്കും, അത് പരിശീലനമാകുഞ്ഞ്. തക്ക സമയത്ത് പൊട്ടക്കിണറ്റിൽ. പക്ഷെ പുസ്തകം പറയുന്നു ദൈവം പൊട്ടക്കിണറ്റിൽ അവനോട് കൂടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആ ദൈവം ഇറങ്ങി വന്ന് അവന്റെ കൂടി ഇരുന്നല്ല. പിന്നെയോ ദൈവം പറഞ്ഞ ശബ്ദം അവന്റെ ഉള്ളിൽ നിന്ന് പോയിട്ടില്ല, അവന്റെ വായിൽ നിന്ന് പോയിട്ടില്ല. പൊട്ടക്കിണറ്റിൽ ആ സഹോദരന്മാരെ തെറി വിളിക്കാതെ, ഭോഷത്വം പറയാതെ, ചീത്ത പറയാതെ അവൻ അവിടെ ഇരിക്കാൻ കാര്യം എന്താണെന്നറിയാമോ? അവന്റെ ഉള്ളിൽ ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്, ഇവരുടെ മുൻപിൽ ഞാൻ നിന്നെ ഒരു ദിവസം ഉയർത്തും. അവൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പുസ്തകം എഴുതിയത്, ദൈവം പൊട്ടക്കിണറ്റിൽ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഈ ദൈവശബ്ദം നിന്റെ കൂടെ ഉള്ള കാലത്തോളം ദൈവത്തെ നിന്നിൽ നടത്തി മാറ്റാൻ ഉലകത്തിൽ ഒരു ശക്തിക്ക് കഴിയില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തോട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, അത് നീ എവിടെ ഇരുന്നാലും കൂരിൽ താഴ്വരയിൽ കൂടെ നടന്നാലും നീ ഭയപ്പെടുകയില്ല. കാര്യമെന്താ? അവൻ നിന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ. എന്താ കാര്യം? അവൻ എന്ന് പറഞ്ഞ ആരാണ്? നിന്നോട് സംസാരിച്ച ദൈവശബ്ദം, ആ അരുളപ്പാട്, ആ ആലോചന, ആ ദൈവശബ്ദം നിന്റെ കൂടെ ഉള്ള കാലത്തോളം ദൈവം നിന്റെ കൂടെ ഉണ്ട്. ഇവിടെ ഇതാ ദൈവം പൊട്ടക്കിണറ്റിൽ അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അവനൊരു പ്രശ്നമില്ല, സഹോദരന്മാർക്ക് ഒരു നീരസമില്ല. അവസാനം അവിടെ നിന്ന് കണ്ടോ, ദൈവം തന്നെ ആ മാസ്റ്റർ പ്ലാൻ കണ്ടോ, ദൈവം തന്നെ ആ പൊട്ടക്കിണറ്റിൽ നിന്ന് കയറ്റി ഇപ്പോൾ ദാണ്ട് അടിമയാക്കി പൊത്തിപ്പേറിന്റെ വീട്ടിലേക്ക് വിട്ടു. ആ പുസ്തകം പറഞ്ഞു, അവിടെയും ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. പൊത്തിപ്പേറിന്റെ വീട്ടിൽ യജമാനായി വളർന്നവൻ, യജമാൻ ദാസന്മാരെ കൊണ്ട് വളർന്നവൻ, ഇപ്പൊ നോക്കിയാട്ട് ദാസനായിട്ട് ഒരടിമയായിട്ട് പൊത്തിപ്പേറിന്റെ വീട്ടിൽ ജീവിക്കുമ്പോഴും അവൻ പറഞ്ഞുകൊണ്ട് നടന്നു, ഇതൊന്നും വിഷയമല്ല, ഒരു ദിവസം ദൈവം എന്നെ ഉയർത്തും, എന്റെ സഹോദരങ്ങൾ കാണുക, ദേശം കാണുക, ദൈവം എന്നെ ഉയർത്തുമെന്ന് പറഞ്ഞുകൊണ്ട് നടന്നപ്പോൾ ദൈവം അവനോട് കൂടി ഉണ്ടായിരുന്നു. അവിടെ അപമാനിക്കപ്പെട്ടപ്പോഴും പിന്നീട് കാരാഗ്രഹത്തിലേക്ക് പോയപ്പോഴും പുസ്തകം പറയുന്നു, കാരാഗ്രഹത്തിലും ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഈ ദൂതില്ലാത്ത പെന്തക്കോസുകാർ, എന്റെ ഭാഷയിൽ പറഞ്ഞ ഈ ദൂത് കേൾക്കാത്ത, ദൈവശബ്ദം കേൾക്കാത്ത പെന്തക്കോസുകാർ പറയും, ദാണ്ട് ഒന്ന് മാറി അവന് പ്രശ്നമാണ്. പൊട്ടക്കിണറ്റ് മാറിയപ്പോൾ അടിമയായി പോയി, അടിമയായി അങ്ങ് രക്ഷപ്പെട്ട് വന്നപ്പോൾ ദാണ്ട് കാരാഗ്രഹത്തിനകത്ത് കയറി, ഇനി ഈ ജയിലിനകത്തൊന്നും അവൻ പുറത്തിറങ്ങത്തില്ലെന്നൊക്കെ പറഞ്ഞ് അപമാനിക്കുന്ന ഈ കൃപയില്ലാത്ത പെന്തക്കോസുകാർ കാണും, കൃപയില്ലാത്ത മനുഷ്യർ കാണും. അതൊന്നും വിഷയമല്ല. കാരാഗ്രഹത്തിലും ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. പുസ്തകം പറയുന്നു, കാരാഗ്രഹത്തിലും ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവൻ ആ വചനം മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുക. എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ദൈവം ഒരു നാൾ എന്നെ ഉയർത്തുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനത് നിവർത്തിക്കുന്ന ദൈവമാണ്. അതുവരെ ഞാൻ അവന്റെ ബലമുള്ള കൈയുടെ കീഴില. എന്താ സംഭവിച്ചത് ദൈവമക്കളെ? കാരാഗ്രഹത്തിൽ അവസാനമാണെന്ന് ലോകം മൊത്തം പറഞ്ഞപ്പോൾ അതേ കാരാഗ്രഹത്തിൽ നിന്ന് പിന്നീട് അങ്ങോട്ട് ചാടിക്കേറിയത് എങ്ങോട്ടാണെന്നറിയാമോ? പൊട്ടക്കിണറ്റിലേക്കല്ല, പൊത്തിപ്പറിന്റെ വീട്ടിലെ ദാസപ്പണിക്കല്ല, പിന്നെയോ ദൈവം പറഞ്ഞ ആ രാജകൊട്ടാരത്തിലേക്ക് ദൈവം അവനെ കയറ്റി. എല്ലാവരുടെയും മുൻപിൽ നിർത്തി അവനെ മാനിച്ചെങ്കിൽ, അവനെ ഉയർത്തിയെങ്കിൽ, ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തക്ക സമയത്ത് നിന്നെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴിൽ ദൈവമക്കൾ താടിരിക്കണം.
ഒരിക്കൽ കൂടെ ഞാൻ പറയാം, ഉയർത്തുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവം. നീ പിൻപറ്റുന്ന ദൈവം ഉയർത്തുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ കൈ ബലമുള്ള കൈയാണ്. ആ ദൈവത്തിന് ഉയർത്തുവാൻ ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. അത് തക്ക സമയമാണ്. ആ സമയം വരെയും ഞാനും നിങ്ങളും ഇരിക്കുന്നത് ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിലാണ്. നിവർത്തിയാകുന്നിടം വരെ നിന്നെ സംരക്ഷിക്കുന്ന ഒരു കരമാണ് ആ കരം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കണ്ണുകളെ അടയ്ക്കാം, എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ദൈവം തിരുവായ് കൊണ്ട് അരുളി ചെയ്തത് കാണെ തൃക്കൈ കൊണ്ട് നിവർത്തിക്കുന്ന ദൈവമാണ്. അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. അത് നിങ്ങളുടെ ഭവനങ്ങൾ കാണത്തക്കവണ്ണം നിങ്ങൾ എഴുതി വെക്കണം. എപ്പോഴും അത് കാണണം. നിങ്ങളുടെ കണ്ണ് കാണണം. പഴയ നിമിത്തിൽ അങ്ങനെയാണ്. കാണത്തക്കവണ്ണം, ഓടിച്ചു വായിക്കത്തക്കവണ്ണം അത് എഴുതി വെക്കണം. ഹല്ലേലൂയ. നല്ല രീതിയിൽ അത് എഴുതി വെക്കണം. അത് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എപ്പോഴും അത് വായിച്ചു കൊണ്ടിരിക്കണം. അത് ഹൃദയത്തിനകത്ത് പതിഞ്ഞുകൊണ്ടിരിക്കണം. തിരുവായ്മൊഴി കൊണ്ട് അരുളി ചെയ്തത്. ഹല്ലേലൂയ. ആ വാക്ക് വെറും വാക്കല്ല. ആകാശം മാറും, ഭൂമി മാറും. ഇന്ന് കണ്ടില്ലേ, മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥലങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതിക്ഷോഭത്താൽ ഓരോ സ്ഥലങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് അന്ത്യകാലമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് മുറുകെ പിടിക്കാൻ ഒന്നേ ഉള്ളൂ. ഭൂമിയെ മുറുകെ പിടിക്കാൻ പറ്റില്ല, വീടിനെ മുറുകെ പിടിക്കാൻ പറ്റില്ല, സ്വത്തുക്കളെ മുറുകെ പിടിക്കാൻ പറ്റില്ല. ഇതെല്ലാം അസ്തമിച്ച ഒരു സമയം നമ്മൾ തുടക്കത്തിൽ തന്നെ കേട്ടു. പ്രാർത്ഥിച്ചപ്പോൾ ആരോ പറഞ്ഞത് ഞാൻ കേട്ടു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫ്ലോറിഡയും നോർത്ത് കരോളിനയും സൗത്ത് കരോളിനയും ജോർജിയയും ഒക്കെ നിമിഷങ്ങൾ കൊണ്ട് മാറിപ്പോകുകയാണ്. വെള്ളം കയറുകയാണ്, വീടുകളിൽ ഒഴുകിപ്പോകുകയാണ്, സ്വത്തുവകകൾ ഒഴുകിപ്പോകുകയാണ്. കാര്യം ഇത് അന്ത്യകാലമാണ്. മുറുകെ പിടിക്കാൻ പറ്റുന്നത്, മാറാത്ത ഒന്ന് മാത്രമേ ഉള്ളൂ. അതെന്റെ തമ്പുരാന്റെ ശബ്ദമാണ്. അരുളി ചെയ്ത ആ തിരുവായ്മൊഴി കൊണ്ട് അരുളി ചെയ്ത ശബ്ദമാണ്. അത് മുറുകെ പിടിക്കുന്നവന്, മുറുകെ പിടിക്കാൻ തയ്യാറായാൽ അവൻ തന്നെ അത് നിവർത്തിച്ച് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും. കാരണം ഇത് അന്ത്യകാലമാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് മടങ്ങിവാ. ലോകത്തിന്റെ സ്വഭാവങ്ങളിൽ നിന്ന് മടങ്ങിവാ. ഹല്ലേലൂയ. ജാതികളുടെ സ്വഭാവത്തിൽ നിന്ന് മടങ്ങിവാ. ജാതികളുടെ ആഘോഷങ്ങളിൽ നിന്ന് മടങ്ങിവാ. കാരണം ഇത് അന്ത്യകാലമാണ്. അന്ത്യകാലം, അന്ത്യകാലം, അന്ത്യകാലം. ഇത് സത്യവേദം പറയുന്നോരന്ത്യകാലം. അന്ത്യകാലം, അന്ത്യകാലം, അന്ത്യകാലം. ഇത് സത്യവേദം പറയുന്ന ഒരന്ത്യകാലം. ഭൂമി പൊടുപൊടാ പൊട്ടുന്നു, കിറുകിറ കീറുന്നു, ഒരു മത്തനെ പോലെ ഭൂമി ചാഞ്ചാടുന്നു, ഒരു കാവൽ മാടം പോലെ ആടി ഉലയുന്നു. അന്ത്യകാലം, അന്ത്യകാലം, അന്ത്യകാലം. ഇത് സത്യവേദം പറയുന്നോരന്ത്യകാലം. മാറ്റമില്ല. സുഖിക്കാനുള്ള കാലമല്ല. ആശാരിപുരുഷ് പറഞ്ഞതുപോലെ സുഖിക്കാനുള്ള കാലം കഴിഞ്ഞുപോയി, ആഘോഷിക്കാനുള്ള കാലം കഴിഞ്ഞുപോയി. അടുത്ത സെക്കൻഡിൽ പാപം വാതിൽക്കൽ കിടക്കുന്നു എന്ന് പുസ്തകം പറയുമ്പോൾ ഇന്ന് ഞാൻ അതിനോട് ചേർത്ത് പറയുകയാണ്, മരണം വാതിൽക്കൽ കിടക്കുന്നു. മരണം വാതിൽക്കലെത്തിയിരിക്കുന്നു. ഇത് ഒരുപക്ഷെ ഇതെന്റെ അവസാനത്തെ പ്രസംഗമായിരിക്കാം. നാളെ നിങ്ങൾ കേൾക്കുന്നത് ഞാൻ വേർപെട്ടു എന്നുള്ള വാർത്തയായിരിക്കാം. ഇത് എല്ലാവർക്കും ബാധകമാണ്. ഇതെല്ലാവർക്കും ബാധകമാണ്. അടുത്ത സെക്കൻഡിൽ എന്തും സംഭവിക്കാം. എന്നാൽ അതിനു മുൻപിൽ ഈ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടാൽ, ജീവൻ പോയാൽ സന്തോഷത്തോടെ മുൻപോട്ട് പോകാം. കണ്ണുകളെ അടയ്ക്കാം. ദൈവം ഉയർത്തുന്ന ദൈവമാണ്. ദൈവം ഉയർത്തുന്ന ദൈവമാണ്. അവന്റെ കൈ ബലമുള്ള കൈയാണ്. അവൻ തക്ക സമയത്ത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. അതുവരെ നീ ഇരിക്കുന്നവന്റെ ബലമുള്ള കൈയുടെ കീഴിലാണ്. എത്ര പേർക്ക് ആളുടെ പ്രാർത്ഥന ആവശ്യമുണ്ട്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എത്ര പേർക്ക് പ്രാർത്ഥന ആവശ്യം? എനിക്ക് നിങ്ങളെ കാണാൻ കഴിയില്ലെങ്കിലും നിങ്ങളെ കാണുന്ന ഒരു സ്വർഗമുണ്ട്. ആയിരിക്കുന്ന ഇടങ്ങളിൽ ഈ വചനത്തിന് മുമ്പിൽ സമർപ്പിക്കുന്ന എത്ര പേരുണ്ട്? ദൈവത്തിൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വചനത്തിൽ വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? വചനം ഏറ്റെടുക്കുന്നവർ എത്ര പേരുണ്ട്? കരങ്ങൾ ഉയർത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒറ്റ വാക്കിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്ത്, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്ത് കർത്താവിൻ്റെ പാദപീഠത്തിൽ ഒരിക്കൽ കൂടെ വരുവാൻ, അങ്ങയുടെ ആ അരുളപ്പാട്, അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനായി ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയുന്നപ്പാ. അതിന് ആയുസ് തന്നതിനായി ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയുന്നു. തിരുക്കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പിൻപറ്റുന്നത്, ഞങ്ങൾക്ക് ലഭിക്കുന്ന ആയുസ് ഞങ്ങൾ പിൻപറ്റുന്നത് ആളുടെ ഉയർത്തുന്ന ഒരു ദൈവത്തെയാണ്, വിടുവിക്കുന്ന ഒരു ദൈവത്തെയാണ്, സഹായിക്കുന്ന ഒരു ദൈവത്തെയാണ്. ആ ദൈവത്തിൻ്റെ കരം സർവശക്തിയുള്ള കരമാണ്. അവൻ നിനക്ക് പ്രവർത്തിക്കാൻ, എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ഒരു സമയമുണ്ട്. ആ സമയം വരെ ഞാൻ അങ്ങയുടെ ബലമുള്ള കരത്തിൻ്റെ കീഴിലാണ്. ഞാൻ സന്തോഷത്തോടെ ആയിരിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് എന്നെ സമർപ്പിക്കുന്നു. കർത്താവേ,
ഈ ജനത്തെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഞാൻ അവരെ എൻ്റെ മേൽ പകർന്നിരിക്കുന്ന അധികാരത്തിലും അഭിഷേകത്തിലും ഞാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. ആത്മീയ, ഭൗതിക, ശാരീരിക, മാനസിക മണ്ഡലങ്ങൾ തുറന്നുകൊടുത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ശരീരത്തിൽ വ്യാപരിക്കുന്ന എല്ലാ രോഗശക്തികളുടെ മേൽ ജയം കൊടുത്ത് ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. വചനമയച്ചു ഞാൻ അവരെ സൗഖ്യമാക്കുകയാണ്. യേശു കർത്താവിന്റെ അടിപ്പിണരുകൾ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആ വചനത്തിന്റെ ശക്തി കുഞ്ഞുങ്ങളുടെ മേൽ, കുടുംബത്തിന്റെ മേൽ, ദാസന്മാരുടെ മേൽ വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. കിടക്കയെ മാറ്റിവിരിപ്പിക്കുന്ന ദൈവത്തിന്റെ അത്ഭുതകരം വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. അങ്ങനെ സംഭവിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. മുഴുവൻ മഹത്വം യേശു കർത്താവിന് മാത്രം അർപ്പിച്ച് അടിയനെ സമർപ്പിക്കുന്നു, താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.